ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16:13 മുതൽ 16-ാം അധ്യായം. ജനങ്ങൾ മനുഷ്യപുത്രൻ ആരെന്ന് ചോദിക്കുന്നു. അന്നും ഇന്നും യേശുവിന്റെ കർത്തൃത്വവും യേശുവിന്റെ ദൈവികത്വവും ദൈവം പുത്രനാകുമോ എന്നുള്ള ചോദ്യവും, ദൈവം ഒരു സ്ത്രീയുടെ മകനായി ജനിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും, ക്രൂശിൽ കിടക്കുന്നവൻ എങ്ങനെ രക്ഷിക്കുമെന്നുള്ള ചോദ്യങ്ങളും. എന്നാൽ യേശുവിനെ എല്ലാവർക്കും ഇഷ്ടം. ആമേൻ. ഏത് ജാതിക്കും വിരോധമില്ല യേശുവിന്. അതുകൊണ്ട് ഈ മുസ്ലിം ജനത പലയിടത്തും യേശുവിനെ അങ്ങ് കെട്ടിവെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് മുറിച്ചു പറക്കി വെച്ചതായതുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നില്ല യേശു. യേശു മാത്രമാണ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത്. യേശു മാത്രമാണ് മടങ്ങി വരുമെന്ന് പറയുന്നത്. ആമേൻ. അപ്പൊ ഇനി മടങ്ങി വരുമെന്ന് കാത്തിരിക്കാൻ പറ്റിയ ഒരേ ഒരാളെ ഉള്ളത് കർത്താവ് മാത്രമേ ഉള്ളൂ. യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. തിരിച്ചറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 2-3 കാര്യങ്ങൾ തിരിച്ചറിയണം. ഒന്ന്, നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിന്റെ സ്ഥാനം എന്താണ്? നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടതുപോലെ ഇരിപ്പാനും സംഘർഷങ്ങളിലായി പോകാനും ഒക്കെയുള്ള കാരണം നമ്മൾ കർത്താവിന് ഏത് സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. ഉള്ളില് ഏറ്റവും പ്രഥമ സ്ഥാനം കൊടുക്കുന്നു എങ്കിൽ നമ്മൾ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രഥമ സ്ഥാനം കൊടുക്കും. പ്രഥമൻ എന്ന് പറഞ്ഞാൽ ഒന്നാമൻ. പ്രഥമ, ദ്വിതീയ, തൃതീയ. ചിലര് ഒന്നാം സ്ഥാനം ഒന്നും കൊടുക്കത്തില്ല. ചിലരിങ്ങനെ ഞാനിത് പറഞ്ഞു വരുമ്പോ നിങ്ങളത് തട്ടായിട്ട് തിരിച്ചുകൊള്ളണം. ചിലർ ഒന്നാം സ്ഥാനം കൊടുക്കത്തില്ല, 2ാം സ്ഥാനം കൊടുക്കത്തുള്ളൂ. തങ്ങളുടെ ഈ ഭൂമിയിലെ ആവശ്യങ്ങളെ പ്രതി മാത്രമായിരിക്കും ഞാൻ ഈ 2ാമനോട് ഒന്ന് അന്വേഷിക്കുന്നത്. ആമേൻ. സ്ഥാനമൊക്കെ ഉണ്ട് യേശുവിന്, പക്ഷെ 1ാം സ്ഥാനം ഇല്ല, 2ാം സ്ഥാനം. അപ്പൊ 1ാം സ്ഥാനം ആര് കവർന്നു? നമുക്ക് ഇത് തീരുമ്പോ പറയാം. ചിലർക്ക് 3ാം സ്ഥാനമാണ് കൊടുക്കുന്നത് യേശു. ചിലർ കൂട്ടത്തിൽ ഏതോ ഒരാൾ, പരിചയപ്പെട്ടതിൽ ഏതോ ഒരാൾ. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ല. നമ്മളെ സ്നേഹിതനായി 2ാം സ്ഥാനം കൊടുത്താൽ പോലും ഒരു വില കൊടുക്കത്തില്ല. നമ്മൾ പലപ്പോഴും യേശുവിനെ നാം പരിചയപ്പെട്ടതിൽ ഒരാളായി തരം താഴ്ത്തിയിരിക്കുന്നു. പിന്നെ കൂടെ വായു കയറുന്നത് പോലെ ചില സമയത്ത് സ്തോത്രങ്ങളും നിർബന്ധത്താൽ ആരാധനയ്ക്കിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഏമ്പക്കങ്ങളും അല്ലാതെ ഒന്ന് പരിശോധിക്കണം. കൂട്ടത്തിൽ ഒരാളായിട്ടാണോ എൻ്റെ കർത്താവ്? കൂട്ടത്തിൽ ആരോ ഒരാൾ. ചിലപ്പോൾ എനിക്ക് ഈ യേശു അപരിചിതനെ പോലെ വേദനിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വേദനിക്കും. ചിലപ്പോൾ എനിക്ക് ഒരു അപരിചിതനെ പോലെ. ചിലപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, രക്ഷിക്കപ്പെട്ടിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല യേശു. ചിലർക്ക് മനസ്സിലാകുന്നില്ല യേശു ആരാണ്. പിന്നെയുള്ളത് പ്രതികൂലങ്ങളുടെ മധ്യേ പ്രാർത്ഥിക്കാൻ കൊള്ളാവുന്നൊരു ദൈവം, ആ നാമം കൊള്ളാം. അതുകൊണ്ടാണ് കൂടെ നമ്മൾ അറിയാതെ യേശുവിനെ വിളിച്ച് പരിചയിച്ചു പോയി. ആ നാമം കൊള്ളാം. ഇത് സഭയെ ഒന്ന് കുലുക്കിയിട്ട് ചോദിക്കുന്നു. ഞാൻ ഈ എൻ്റെ 51 വയസ്സായ കേട്ടോ, ഈ 51 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ജാതിയായിരുന്ന കാലത്തിൽ
കുഞ്ഞായിരിക്കും. എനിക്ക് തോന്നുന്നു ജോഷിയേക്കാൾ ഇച്ചിരി കൂടെയൊക്കെ 4ാം ക്ലാസ് വരെ ഞാൻ അമ്മയുടെ മടിത്തട്ടിൽ തന്നെ നടന്നു. അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഈ അമ്മയുടെ മടിയിൽ ഇരുന്നുകൊണ്ട് ഫ്രണ്ടിൽ പോയിരിക്കും, സ്ത്രീകളിരിക്കുന്നതിൻ്റെ ഇടയിൽ പോയിരിക്കും. അമ്മയുടെ മടിത്തട്ടിരിക്കുമ്പോൾ അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഓടിക്കൊണ്ടുപോയി ഇട്ടുകൊണ്ടുപോയ കുട്ടിക്കൂടാതെ പൗഡറിന്റെ മണമൊക്കെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ അമ്മയുടെ മടിത്തട്ട് മാറി ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ കൂട്ടം തെറ്റിപ്പോയത്. അന്നും യേശു ആരെന്ന് അറിയത്തില്ല, പക്ഷേ പള്ളി പോകും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഒരാൾ യേശു ക്രൂശി കിടക്കുന്ന രൂപത്തെ കാണുന്നു, പിന്നെ ദുഃഖ വെള്ളിയാഴ്ച അടിച്ചു കൊണ്ടുപോകും. വ്യാഴാഴ്ച ഒക്കെ കത്തോലിക്കക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ദുഃഖഭാവവും വേദനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബന്ധുക്കളിൽ ആരോ ഒരാൾ മരിച്ചു, പ്രിയപ്പെട്ട ആരോ ഒന്നുമല്ല. അന്നുണ്ടാക്കുന്ന ഒരു ക്രിയേഷൻ ഉണ്ട് ആലയത്തിനകത്ത്, അല്ലെങ്കിൽ ചർച്ചകൾക്കകത്തുണ്ടാക്കുന്ന ഒരു ഭയങ്കരമായ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു പാട്ടിട്ടാ പോലെ ദുഃഖം വന്നോളും. ഇതെല്ലാം ഉണ്ടാക്കും. വൈകുന്നേരം വന്ന് വളരെ ഭാരപ്പെട്ട് ഒക്കെ ഒരു ചിന്തയാണ്. ഞാൻ ആ ചിന്തയെ പങ്കുവയ്ക്കുന്നത്. അപ്പോഴും എനിക്ക് യേശു ആരെന്ന്, യേശുവിനാണ് ഇന്നലെ പിന്നെ ഞാൻ നോക്കി ഇവിടെ കേൾക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ യേശു അവർക്കും ആരോ ഒരാൾ. എല്ലാ മഹത്വവും അറിയിക്കും, എല്ലാ മഹത്വവും മറ്റു പലതിനൊക്കെ കൊടുക്കുന്നു. അതുപോലെ ആയിരുന്ന കാലത്തിലും യേശുവിന്റെ സ്നേഹത്തെ എനിക്കറിയില്ല. യേശുവാണ് രക്ഷകനെന്ന് എനിക്കറിയത്തില്ല. കാലങ്ങൾ കടന്നു പോകവേ ക്രിസ്ത്യാനിയാണെന്ന് അങ്ങ് ഉറപ്പിച്ചു. നാടാർ ക്രിസ്ത്യാനി, LC ക്രിസ്ത്യൻ എന്ന് അങ്ങ് ഉറപ്പിച്ചു. 10ാം ക്ലാസ്സിലെ ഫ്രണ്ട് പേജിൽ LC ക്രിസ്ത്യൻ എന്നാണ് കിടക്കുന്നത്. അതുകൊണ്ട് LC എന്തെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നത്തേൽ ഞാൻ അറിഞ്ഞു അത് ലാറ്റിൻ കാത്തലിക്കാണ് എന്നൊക്കെ അറിഞ്ഞു. അപ്പോഴും എനിക്ക് യേശുവുമായൊരു ബന്ധമില്ല. ക്രിസ്ത്യാനിയിൽ ക്രിസ്തു ഉണ്ട് എന്ന് പിന്നത്തേൽ കുറച്ച് വചനം പഠിച്ച സമയത്ത് വീട്ടിലെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. വീട്ടിലെ പിന്നെ വല്ലപ്പോഴും ഒക്കെ പള്ളിയിൽ അച്ഛൻ വന്ന് വെഞ്ചരിച്ചും ഇത് വെള്ളം തളിച്ചും ഒക്കെ പേടിപ്പിച്ചിട്ട് പോകും. അപ്പോഴും യേശു ആരെന്നറിയും. പിന്നത്തേതില് ജീവിതത്തിൽ പാപങ്ങൾ ചെയ്ത് നടന്നപ്പോഴും അറിയില്ല യേശു ആരാണ്. എന്നാൽ യേശു എന്നെ കണ്ടുമുട്ടിയ നാളിൽ, യേശു എന്നെ തൊട്ട നാളിൽ ആ നാമം സത്യമാണെന്ന് അറിഞ്ഞു. ആ നാമം മാത്രമാണ് സത്യമെന്ന് ഞാൻ അറിഞ്ഞു. എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ചിന്ത പങ്കുവയ്ക്കുന്നതിന് കാരണമുണ്ട്. നമുക്ക് ഇപ്പോൾ ക്രിസ്തു ആരാണ്? ഇപ്പോൾ എനിക്ക് നിനക്കും യേശു ആരാണ്? വലിയ വായിലും നമ്മൾ പറയും യേശുവിനെ കുറിച്ച് എനിക്ക് അത്യാവശ്യം അറിയാം. അവൻ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉടയപ്പെട്ടു, തകർക്കപ്പെട്ടു, കാൽവരി ക്രൂശിൽ യാഗമായി 3-ാം നാൾ ഉയർത്തു. ഇതൊക്കെ പറയുമ്പോൾ ഒരു രസമുണ്ട്. ഹൃദയത്തിൽ കൈവച്ചിട്ട് പറയും, എൻ്റെ യേശുവേ, നീ എൻ്റെ ഉള്ളിൽ എവിടെയാണ്? എൻ്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം എന്താണ്? എൻ്റെ ഉള്ളിൽ എൻ്റെ യേശുവിനുള്ള സ്ഥാനം എന്താണ്? അവൻ എൻ്റെ ദൈവമോ അതോ അവൻ എൻ്റെ ഫ്രണ്ടാണോ? ഫ്രണ്ടാണോ? കണ്ടോ, ഒരു സുഹൃത്തിന്റെ കൂട്ടത്ത് പോലും യേശുവില്ല. പരിശോധിച്ച് നോക്കുക. അകന്നൊരു ഫ്രണ്ടിന്റെ കൂട്ടത്തുണ്ടോ? ഇല്ല. അപ്പ എന്നൊക്കെ ഞാൻ വിളിക്കുന്നു. ഇല്ല. ഞാൻ സത്യമില്ല വിളിച്ചു പറയുന്നു. സത്യമില്ല പറയുന്നു. ശരിയല്ലേ? രക്ഷിക്കപ്പെട്ടപ്പോ അന്ന് കണ്ട ആ ഫ്രണ്ടിനെ പിന്നെ കണ്ടിട്ടില്ല. നീ എന്റെ ബന്ധുവാണോ? അതെ, അപരിചിതത്വം കാണിക്കുന്ന ബന്ധു. പലപ്പോഴും ഞാൻ ഓടിച്ചെല്ലാൻ പിന്നെ നമുക്ക് പാടാം, കാന്തനെ കാണുവാൻ ആശയുണ്ട്, കാന്തന്റെ കാന്ത കല്യാണം വരുന്നു,
കാന്ത താമസം എന്താഹോ, ഇതൊക്കെ പറഞ്ഞ് ആരൊക്കെയോ ഭക്തിയിൽ പാടിയ പാട്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറയുന്നത് സ്നേഹമാണോ? എൻ്റെ ഉള്ളിൽ ഞാൻ അപ്പോൾ എൻ്റെ ദൈവവുമായി കണക്ട് ചെയ്യപ്പെടുകയാണ്. ആമേൻ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഈ യേശു എൻ്റെ സൗഹൃദത്തിന്റെ കൂട്ടത്തില്ല. എത്ര പേർ എന്നോട് സഹകരിക്കും? സത്യമാണ്. നിങ്ങൾ എത്ര വാദിച്ചാലും ഞാൻ തെളിയിച്ചുതരാം, അല്ലെങ്കിൽ മുമ്പിൽ തെളിയിച്ചുതരാം. എന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കർത്താവ് പറയാ, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. നമ്മൾ ചുമ്മാ വിടുവാ പറയരുത്. എനിക്കെല്ലാം എന്റെ കർത്താവാണ്. അഭിനയിക്കാൻ അറിയാന്നുള്ളതുകൊണ്ട് നമ്മളതൊക്കെ അഭിനയിക്കും. രണ്ടു തുള്ളി കണ്ണിനെരിക്കാൻ എത്ര സമയം വേണം? നമുക്ക് തോന്നും കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് കരഞ്ഞെന്നല്ല. കടക്കാര് വരുന്നതിനെ ഓർത്ത് കരഞ്ഞു, നാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കരഞ്ഞു, നഷ്ടങ്ങളെ ഓർത്ത് കരഞ്ഞു, സങ്കടങ്ങളെ ഓർത്ത് കരഞ്ഞു, നടുവൊന്ന് ഉളുക്കി കരയാതെ എങ്ങനെ വൈ. ഹല്ലേലൂയ. വയറുവേദന അസഹ്യമായപ്പോ കരഞ്ഞു, വയറ്റിന്ന് പോകുന്നില്ല കരഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ഉറക്കമില്ല കരഞ്ഞു, രാത്രി സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റ് കരഞ്ഞു, വേദന വന്നപ്പോ കരഞ്ഞു. ആമേൻ. എന്റെ സ്നേഹിത, എന്റെ യേശുവേ, എന്റെ സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ എന്റെ കർത്താവിന് എത്ര സ്ഥാനം? എത്ര സ്ഥാനം? എത്ര സ്ഥാനം? എന്റെ സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ കർത്താവിന് എത്ര സ്ഥാനം? ഷോക്കായി. നിങ്ങൾ ആശ്വാസവചനങ്ങളാണെങ്കിൽ ഷോക്കായി. എന്റെ കൂട്ടുകാരനോടാണെങ്കിൽ ഞാൻ മറവില്ലാതെ ഉരുളുകൾ സംസാരിക്കും. എന്റെ കൂട്ടുകാരനടുത്താ ഞാൻ ഓടിപ്പോകുന്നേ. ഒരു നല്ലതുണ്ടെങ്കിലും ഒരു തീയതുണ്ടെങ്കിലും ഒരു സങ്കടമുണ്ടെങ്കിലും വീട്ടിനകത്തൊരു വിഷയമുണ്ടെങ്കിലും ഞാൻ എൻ്റെ സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് പറയും, ഒരു പ്രശ്നമുണ്ട് എനിക്ക് പറയാൻ. എന്താണ് അതിന്റെ പ്രശ്നം? എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, ഇപ്പോഴെന്റെ കർത്താവിന്റെ കൂട്ടുകാരൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പല വ്യക്തികളെയും വെച്ച് നോക്കി. എന്റെ ത്രാസിൽ വെച്ച് നോക്കിയപ്പോ എന്റെ കുറവുകൾ കണ്ടിട്ടും എന്നെ സ്നേഹിച്ചത് യേശു മാത്രമേ. നഷ്ടങ്ങളും കുറവുകളൊക്കെ വന്നപ്പോ എന്നെ തള്ളിക്കളഞ്ഞ ബന്ധങ്ങൾ ഒരുപാട്. കൂട്ടുകാർ, നല്ല സുഹൃത്താണ് യേശുവെങ്കിൽ, യേശുവിന്റെ ഫ്രണ്ട് ആണെങ്കിൽ, കർത്താവിന്റെ സുഹൃത്താണെങ്കിൽ ഞാൻ ഓടിച്ചെല്ലും, മറവില്ലാതെ ഞാൻ അവരോട് സംസാരിക്കും. ഹല്ലേലൂയ. എല്ലാവരും ഉണ്ടോ കൂടെ? ഉണ്ടോ? ഞാൻ മറവില്ലാതെ അവനോട് സംസാരിക്കും. എന്റെ വ്യാജങ്ങളെ വെച്ച് ഞാൻ ഏപ്പ് വെച്ച് കെട്ടത്തില്ല. കാരണം അവൻ അറിയാം എന്റെ ബലഹീനത എന്തെന്ന്. അവനോട് എനിക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. ആമേൻ. സഭയ്ക്ക് ദൈവം ചില കൈമാറ്റങ്ങൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനമാണ് ഈ പറഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ദൈവമായി നീ എന്നെ കാണുന്നില്ല, കാരണം നീ എന്നെ ഭയപ്പെടുന്നില്ല. എന്റെ ദൈവികത്വത്തെ നീ ഭയപ്പെടുന്നില്ല. പാപം ചെയ്യുന്നതിൽ, കള്ളം പറയുന്നതിൽ ഭയമില്ല. നിത്യതയെ സ്നേഹിക്കുന്നില്ല. നിത്യത കിട്ടിയില്ലേലും കിട്ടാത്തതിനെ കുറിച്ചൊരു വിചാരം പോലും ഇല്ല. നിത്യതയെ കുറിച്ച് എത്ര പേരങ്ങനെ വിചാരിക്കുന്നു? ഇവിടെ എങ്ങനെ ഒരു 80 വയസ്സ് വരെ നാലാള് കാണുക തികയ്ക്കാനല്ലേ ഓട്ടം? അതും എവിടെയെല്ലാം ഇടറി വീഴുന്നു, തട്ടി വീഴുന്നു. ഞാൻ ഹൃദയത്തിൽ തൊട്ട് ചില ചോദ്യങ്ങൾ വെക്കുക. ഹല്ലേലൂയ. അപ്പൊ ദൈവമായിട്ട് ഞാൻ എന്റെ കർത്താവിനെ അംഗീകരിച്ചിട്ടുണ്ടോ? ദൈവമായിട്ട് പലപ്പോഴും എനിക്ക് ആരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എത്ര പേർക്ക് കൂടെ ചേരാൻ പറ്റും? എന്റെ കർത്താവിനെ ഞാൻ ദൈവമായിട്ട് ഞാൻ എപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയും. കാരണം വചനം പറയുന്നു, അവന്റെ കർത്തൃത്വത്തിന് കീഴടങ്ങിയിരിക്കുന്നവന്റെ മേൽ വെളിപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ മേൽ വെളിപ്പെടണം. അവന്റെ തേജസ് നമ്മുടെ മേൽ വെളിപ്പെടണം.
ഫലം കായ്ക്കണം. 100 മേനി ഫലം കായ്ക്കണം. 30, 60, 100 മേനി ഫലം കായ്ക്കണം. അതുകൊണ്ട് കർത്താവ് തന്ന ഒരു ചീട്ടുതാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്റെ വചനം വസിക്കുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്റെ പിതാവില്ല. നിങ്ങൾക്ക് കടങ്ങൾ ഇളച്ചു കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് കടങ്ങൾ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ സാമ്പത്തിക കടമല്ല കേട്ടോ, വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വസിക്കുന്നില്ല? ദൈവസ്നേഹം വസിക്കുന്നില്ല. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുന്നുവല്ലോ. അപ്പൊ ഒന്ന് നോക്കുമ്പോ ഞാൻ എൻ്റെ യേശുവിനെ ദൈവമായി കാണുന്നില്ല. ജാതികൾ അവരുടെ ദേവനെ കൊണ്ടുപോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ, ജാതികൾ അവരുടെ ദേവന് വേണ്ടി അലമുറയിടുന്ന കണ്ടോ? ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ഒരു ഭാഗമുണ്ട്, അതിനകത്ത് ഈ പൗലോസിനെ പിടിച്ചുകൊണ്ടുപോയി വിചാരണ ചെയ്യുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. എത്രയോ മണിക്കൂറുകൾ അവർ തട്ടഹസിച്ചുകൊണ്ടേയിരുന്നു. അതിനെയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്നതെല്ലാം ആരാധനയല്ല, പക്ഷെ അതിനുവേണ്ടി മരിപ്പാൻ അവർ തയ്യാറാവും, അതിനുവേണ്ടി ജീവൻ വെടിയാൻ തയ്യാറാവും. എന്നാൽ എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എന്റെ ദൈവത്തിന്റെ കർത്തൃത്വത്തിന് ഞാൻ കീഴടങ്ങും. ആത്മാവായ ദൈവത്തെ എനിക്കിനി അറിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ ടോക്ക്? ഇഷ്ടപ്പെടുന്നുണ്ടോ? ആത്മാവായ ദൈവത്തിന്റെ കർത്തൃത്വത്തിന് ഞാൻ കീഴടങ്ങാത്തതെന്ന്, ഞാൻ എപ്പോഴൊക്കെ സ്വയം ദൈവമാകുന്നുവോ അങ്ങനെ ഒരു പ്രവൃത്തി എന്നിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെയും യാഹ്വയുടെ മുമ്പിൽ കീഴടങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. എപ്പോഴൊക്കെ സ്വയം എഴുന്നേറ്റ് പ്രവൃത്തികൾ ചെയ്യുവാൻ ആരംഭിക്കുന്നുവോ, എപ്പോഴൊക്കെ സ്വയം എഴുന്നേറ്റ് വീഴുന്നുവോ, അപ്പോഴൊക്കെ സഭയെ നീ ഓർത്തുകൊള്ളണം, നിന്റെ മണവാളിൽ നിന്ന് നീ ഗ്യാപ്പിലാണ്. അപ്പോ ഈ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ പറയാം. വെറും ദൈവമെന്ന് ഞാൻ വിളിക്കുന്നു. ഇപ്പൊ എന്റെ വീട്ടിലെ ഒരാൾ ജീവനോട് ഉണ്ടെങ്കിൽ എനിക്ക് അയാളോട് ബന്ധമില്ലേ? ഇല്ലേ? എങ്കിൽ എന്റെ അപ്പൻ ജീവനോട് ഇരിപ്പില്ലേ? എങ്കിൽ അപ്പനുമായിട്ടൊരു ബന്ധമില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ ഈ ദൈവത്തെ എന്തുകൊണ്ട് അപ്പ എന്ന് അംഗീകരിക്കുന്നില്ല? വാക്കുകൊണ്ട് പോരാ, വാക്കുകൊണ്ട് പോരാ. നിങ്ങൾ ഹൃദയം തൊട്ട് പറയും. ഇന്നത്തെ ഒരു സന്ദേശം അങ്ങനെ ആകട്ടെ. ഹൃദയത്തെ തൊട്ട് പറയാൻ പറ്റുമോ? നമ്മൾ എപ്പോഴും ഈ അപ്പനെ അങ്ങ് സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്ന മകളോ മകനോ ഒക്കെ ആണെന്ന് പറ്റുമോ? അപ്പൊ ഒന്ന് തീരുമാനം എടുക്കണം. ഞാൻ പലപ്പോഴും ദൈവമാകുന്നു, ഞാൻ പലപ്പോഴും ദൈവത്തിന്റെ റോള് എടുക്കുന്നു. ഒന്നും കഴിഞ്ഞില്ലെങ്കിലും, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും, ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല എങ്കിലും പലപ്പോഴും ഞാൻ എന്നിൽ അഹങ്കരിക്കുന്നു. ആമേൻ. 2, പുത്രന്റെ സ്ഥാനം എനിക്ക് സംശയമാണ്. യേശുവിനെ കണ്ടു. നിങ്ങൾ ഓർത്തു നോക്ക്, നിങ്ങൾ കണ്ട ദർശനങ്ങളും കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അലറി വിളിച്ച് ആഹ്ലാദിച്ച് സന്തോഷിച്ച നിമിഷങ്ങളും എത്ര വേഗത്തിൽ മറന്നുപോയി. കേട്ട ദൂതുകൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോയെന്ന് പറയും. നേരെ മറിച്ച് വേദനിപ്പിച്ച വാക്കുകൾ അച്ചട്ട് വേണമെങ്കിൽ ഒരു ഉള്ളിയും ഒരു വള്ളിയും ഒരു തള്ളിയും ഒക്കെ ഇട്ട് കേൾപ്പിക്കും, റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിച്ചു, നിനക്ക് പ്രബോധനങ്ങൾ തന്നു, പാപബോധം തന്നു. എത്ര വിഷയം ഓർമ്മയുണ്ട്, എത്ര വിഷയം ഉള്ളിൽ ഓർമ്മയുണ്ട്. പുത്രൻ ജീവത്യാഗം ചെയ്തത് എന്നെ വീണ്ടെടുത്തു എന്നുള്ളതൊക്കെ കൂടെ കൂടെ ഓർപ്പിക്കുമ്പോൾ മാത്രമല്ലയോ മക്കളെ നമുക്ക് തോന്നണേ. ഹല്ലേലൂയ. അതിന് യോഗ്യമല്ലാത്തൊരു പാട്ടാണെങ്കിൽ പിന്നെ അത് ഓർമ്മയും വരില്ല. അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടും. രക്ഷിതാവിനെ കാണുക ഭാവി, ആമേൻ.
നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങിയത്? കാൽക്കരങ്ങൾ ചേർത്ത് തുളച്ചു, ഇരുമ്പാണികളാലെ ചേർത്തടിച്ചു പരന്റെ മരക്കുരിശിൽ. ചിന്തിക്കുകയിൽ വെറും ഏഴജാനല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ സംഗീതത്തിന്റെ രാഗം കേട്ടിട്ടാണ് നമുക്കൊരു വലിവ് വരുന്നത്. ഇത് പറഞ്ഞു പോയാ വരത്തില്ല. അപ്പൊ പിതാവായ ദൈവത്തെ ഞാൻ പലപ്പോഴും എന്റെ പിതാവായി കാണുന്നില്ല. പണ്ട് ഞാൻ എങ്ങനെ എന്റെ അപ്പനെ കണ്ടിരുന്നു എന്നതുപോലെ അല്ലയോ ദൈവമക്കളെ. ഞാൻ എന്തിനാ വരണം എന്നറിയാമോ? ഒരു സ്ഥലത്ത് നമ്മൾ എത്തണം, ഒരു മീറ്റിംഗ് പോയിന്റിൽ എത്തണം. എന്റെ ജീവനുള്ള കഴിഞ്ഞ എന്റെ മുമ്പിലത്തെ ആഴ്ച പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാൻ എവിടേക്കോ വരച്ച് മുറിച്ചിട്ട ആ മുറിവുകളെ ഞാൻ ഉണക്കണം. എന്റെ പിതാവിന്റെ സ്നേഹത്തെ ഞാൻ അറിയണം, പുത്രന്റെ സ്നേഹത്തെ ഞാൻ അറിയണം, ആത്മാവായ ദൈവത്തെ ഞാൻ അറിയണം. അപ്പൊ പുത്രനെ ഞാൻ വിളിക്കുന്നത് എന്തിനാ? യേശുവിനെ ഞാൻ വിളിക്കുന്നത് എന്തിനൊക്കെയാ മക്കളെ? യേശുവിനെ വിളിക്കുന്നത് സൗഖ്യത്തിന്. എന്തിനാ സൗഖ്യം? സമാധാനത്തിന്. എന്തിനാ? സന്തോഷത്തിന്. എന്തിനാ? സമാധാനത്തിന്. സങ്കടം വരുമ്പോ ദിവസവും യേശുവിനെ വിളിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴും വിളിക്കും. ഏറ്റവും കൂടുതൽ നമ്മളെ സഹായത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യേശുവിനെ ഹൃദയം കൊണ്ട് വിളിക്കുന്നത് എപ്പോഴും അറിയാം. യേശുവേ, ഹല്ലേലൂയ. സന്തോഷം നിറഞ്ഞിരിക്കുമ്പോ യേശുവിനെ എങ്ങനെ വിളിക്കും? ഇതൊക്കെ വചനമായിട്ടൊക്കെ നോക്കണം. വചനമായിട്ട് ഇതെല്ലാം എന്ത് ചെയ്യണം? ഞാനിന്ന് ആരെയും വേദനിപ്പിക്കാൻ പറയല്ല. നമ്മളുടെ അവസ്ഥകൾ മാറും. നമ്മൾ ഈ കർത്തൃത്വത്തിന് കീഴടങ്ങിയില്ല എങ്കിൽ ജാതികളെ പോലെ നമുക്കും ഇതൊരു വിഗ്രഹമായി മാറും. അപ്പൊ യേശു പുത്രൻ, അവൻ എൻ്റെ സ്നേഹിതൻ എങ്കിൽ ഞാൻ എത്ര സമയം ആ സ്നേഹിതന് വേണ്ടി ചെലവഴിക്കും? നിങ്ങൾ തിരിച്ചറിയണം. പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന പുത്രൻ എന്നോട് എന്തൊക്കെ സംസാരിപ്പാനുണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അത് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് യോഹന്നാൻ 16 പറയുന്നു. അവൻ എനിക്കുള്ളത് നിന്ന് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾക്ക് കേൾപ്പാൻ ശക്തിയില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളത് കേൾക്കും. ഇപ്പൊ പുത്രൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അങ്ങോട്ട് പറയാനുള്ളത് ചെവി അടച്ചുള്ള നമ്മുടെ ആവശ്യങ്ങൾ. ചില പിള്ളേർ, കൊച്ചു പിള്ളേർ കണ്ടില്ലേ, അത് കിട്ടുന്നത് വരെ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അങ്ങോട്ട് നോക്കണം, നിങ്ങളെ നോക്കിയാൽ മതി. ആ പിടിച്ചവര് പിള്ളേരെ നോക്കണം. ശരിയല്ലേ? നമ്മൾ യേശുവിനെ വിളിക്കുന്നതും യേശുവിനടുത്ത് കരഞ്ഞു ചെല്ലുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറഞ്ഞ കാര്യങ്ങള്, സഹായം, സമാധാനം, സന്തോഷം. എനിക്ക് സന്തോഷമില്ലപ്പ, സ്വസ്ഥതയില്ലപ്പ, സമാധാനം ഇല്ലപ്പ. പിന്നെ കൂടെ 9 കേൾക്കുമ്പോ വെതറും. സമാധാന പ്രഭു. പിന്നെ വീരനാം ദൈവം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മോശ സിനായി മലയിൽ ഇറങ്ങിയതും ആ പർവ്വതം കുലുങ്ങിയതും ഒക്കെ ഓർക്കും. എന്നാൽ എത്ര പ്രാവശ്യം നമ്മൾ ഈ കാരാഗ്രഹം കുലുങ്ങിയ കാര്യം ഓർക്കും? അപ്പോസ്തല പ്രവൃത്തിയിൽ കാരാഗ്രഹം കുലുങ്ങിയിട്ടുണ്ടേ. ശീലാസും പൗലോസും കൂടി ആരാധിച്ചപ്പോ കാരാഗ്രഹം കുലുങ്ങി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലയം കുലുങ്ങി. അപ്പോസ്തല പ്രവൃത്തികൾ തള്ളിയ വായിക്കുന്നല്ലാതെ. പക്ഷേ സീനായി മലമുകളിൽ ഇതൊക്കെ നമ്മൾ പാടും. അപ്പൊ പുതിയ നിയമത്തിൽ ആത്മാവിന്റെ കുലുക്ക് എന്താ അനുഭവിക്കാത്ത? ഒന്ന്, പിതാവിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പിതാവായ ദൈവത്തെ നാം എന്ത് ചെയ്തിരിക്കുന്നു? എല്ലാവരും പോയ പിതാവായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾക്ക് ലജ്ജ തോന്നണല്ലേ? നാണം തോന്നുന്നില്ലേ? അതാ പ്രശ്നം. എനിക്കൊരു നാണം തോന്നുന്നു. പുത്രൻ എന്റെ സ്നേഹിതൻ. അപ്പൊ പുത്രൻ എന്നോട് എന്തൊക്കെ പറയാൻ വരുമ്പോ ഐ ആം ബിസി. ജിനോ, സോറി, ഡ്യൂട്ടി കഴിഞ്ഞു. ശ്രീകുമാർ, ഞാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ്, വൈകുന്നേരം അറിയാം. അജേഷ് ഫോണിലാണ്. നിങ്ങൾ പറയണ്ട, നിങ്ങളെപ്പോഴും. ആമേൻ. അപ്പൊ പുത്രൻ സംസാരിക്കാൻ വരുമ്പോ നമ്മളിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുവോ? നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളില്ലാന്നേ.
അപ്പൻ സഹായിക്കാൻ വരുമ്പോ പുത്രൻ വരികയാണ്, ഞാൻ നിന്നെ സഹായിക്കാം. നമ്മുടെ അവസ്ഥയെ പലപ്പോഴും അമരത്ത് ഉറക്കിക്കിടത്തും. ശരീരം ധാരാരോ യേശുവേ ഈ പാട്ടും പാടി നിങ്ങൾ ഉറക്കിയിട്ട് ഇവിടെ കിടന്ന് എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് കിടന്ന് പുഴഞ്ഞ് കൈ ഉളുക്കണതല്ലാതെ. പിന്നെ കാലുവേദന വന്ന ഇവിടെ യാക്കോബ് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച കാര്യം ഓർത്തോണ്ട് അങ്ങ് പോകും. പുതുനിയമത്തിൽ കർത്താവ് നിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരകനായി പിതാവിന്റെ വലതുഭാഗത്ത് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവൻ അടുക്കൽ ചാരത്ത് വരുന്നുണ്ടോ? പാട്ടിൽ വരാറുണ്ട്. എന്നോട് ഒരു പാട്ട് കേട്ടോണ്ടെന്ന് കയറി വന്നപ്പോ, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമ്മാവോട് ചേർന്നിരുന്ന ഭയമില്ലയേ. പിതാവിന്റെ വലതുഭാഗത്ത് ചെല്ലണം, അമ്മാവോട് ചേർന്നിരിക്കണം. കാരണം ഭൂമിയിലില്ല കർത്താവ്. യേശുവിന്റെ കൂടെ നടക്കണമെങ്കിൽ നീ ഇവിടെ വിട്ട് എവിടെ ചെല്ലണം? 3-ാം സ്വർഗത്തിൽ എന്നിട്ട് യേശുവിന്റെ കൂടെ നടക്കണം. അദ്ദേഹം അത് അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ഒന്ന് പാടി, ആത്മാവിൽ പാടി വെച്ചു. സഭയോട് പറയുന്നു, പുത്രനെ മാനിക്കുന്നവനെ പിതാവും, പുത്രനെ സ്നേഹിക്കുന്നവൻ പിതാവ് ആരെന്ന് അറിയും. പുത്രനെ സ്നേഹിക്കുന്നവന് പിതാവിന്റെ സ്നേഹം കിട്ടും. പിതാവിന്റെ സ്നേഹം അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ പുത്രനെ അറിയുന്നില്ല. ഇനി ചിന്തിച്ചു നോക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് എന്റെ അവസ്ഥ ഇതാണ്. എന്റെ അവസ്ഥകൾ മാറണ്ടായോ എങ്കിൽ ഞാൻ ആത്മാവിന് കീഴടങ്ങണം. മൂന്നാമൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അപ്പൊ പരിശുദ്ധാത്മാവുമായുള്ള എന്റെ കൂട്ടായ്മ എന്ത്? പിതാവിനെ ഞാൻ ഭയപ്പെടുന്നില്ല, ശരിയല്ലേ? ഹലോ, ദൈവഭയം ഉണ്ടോ എല്ലാവർക്കും? ദൈവഭയം ഉണ്ടോ എല്ലാവർക്കും? ഉണ്ടോ ശ്രീമാരെ? ദൈവഭയം ഉണ്ടോ? പലപ്പോഴും ഇല്ലല്ലോ. നമുക്കുള്ളതുള്ളതുപോലെ പറയും. ഉണ്ടോ? ഇല്ല. അപ്പൊ 1-ാം സ്ഥാനം പോയി. 2-ാം സ്ഥാനത്ത് നമ്മൾ യേശു എന്റെ സ്നേഹിതനാണെങ്കിൽ പണ്ടെങ്കോ പരിചയപ്പെട്ടു എന്നല്ലാണ്ട് ഇന്ന് രാവിലെ ഞാൻ എന്റെ യേശുവിനെ കണ്ടു. ഇന്ന് ഞാൻ രാവിലെ എന്നോട് യേശുവിനോട് സംസാരിച്ചു പാസ്റ്ററെ, ബ്രദറെ സംസാരിച്ചു. എന്തെന്നറിയോ? നാളെ എന്തായിത്തീരും. വിങ്ങലുകളാണ് അകത്ത് നാളത്തെ കാര്യങ്ങൾ. ഇതല്ലാതെ ഒരു ഫ്രണ്ട്ലി ടോക്ക്. യേശുവെ ചായ കുടിച്ചപ്പാ, രാവിലെ ചായ കുടിച്ചു, ഞാൻ കുടിച്ചു. യേശുവെ അപ്പാ, സ്നേഹം കൊണ്ട് സംസാരിച്ച് എത്ര പേരുണ്ട്? സ്നേഹം കൊണ്ട് സ്നേഹിതനോട് സംസാരിച്ചു. എന്താ സംസാരിച്ചേ? അതിനൊക്കെ അവിടെ ഇരിക്കട്ടെ. അല്ലാതെ ഹൃദയം കൊണ്ട് യേശുവിനോട് സ്നേഹിതനെ പോലെ എന്ത് സംസാരിച്ചു കഴിച്ചു? ഇത് നോക്കേ, മൂന്നാമനായി എന്റെ മേൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഞാൻ മാനിക്കുന്നു. ആത്മാവുമായി ഞാൻ സഖ്യതയിലാണോ? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ദൈവശബ്ദം എന്റെ ഉള്ളിൽ ചലിക്കുന്നുണ്ടോ? ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ക്രമപ്പെട്ടില്ല എങ്കിൽ നമ്മളും ജാതികളും തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾ വിഗ്രഹം വയ്ക്കുന്നില്ല എന്ന് മാത്രം. ആ കാര്യത്തിൽ മാത്രം ഇച്ഛിച്ച് ബാക്കി എല്ലാ അനുസരണക്കേടിന്റെ ദൃഷ്ടാന്തത്തിലും നമ്മൾ ജാതികളെ പോലെ. മനസ്സിലാകുന്നുണ്ടോ സ്വരങ്ങൾ? കുട്ടണ മനസ്സിലായോ? കരമത്തിൽ മതം കൊടുത്താൽ ചിരിപ്പിക്കാൻ വയ്യാത്തുണ്ടോ? ചിരിപ്പിക്കാൻ. ഹല്ലേലൂയ. ഇനിയിപ്പോ ഒന്ന് പരിശോധിച്ച് നോക്കുക. യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാരെല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കും. ഇപ്പൊ യേശു ആരെന്നുള്ള ചോദ്യം വന്നു. ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ 16-ാം അധ്യായത്തിൽ കിടക്കുന്നത്. ഈ 16-ാം അധ്യായത്തിൽ യേശു ആരെന്നുള്ള ചോദ്യത്തിന്റെ മറുപടി ഉണ്ട്. പക്ഷെ ഈ മറുപടി പറയുവാൻ ശിഷ്യന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. യേശുവിന്റെ അടുക്കൽ സൗഖ്യത്തിന് വരുന്നവൻ പറയില്ല ഇത്. പ്രശ്ന പരിഹാരത്തിന് യേശുവിന്റെ അടുക്കൽ വരുന്നവൻ അത് അറിയില്ല. അവന് കിട്ടത്തില്ലത്. ആമേൻ. യേശുവിന്റെ അടുക്കൽ കടം മാറാൻ വരുന്നവൻ അത് കിട്ടത്തില്ല. കടം മാറി കിട്ടും.
സൗഖ്യം കിട്ടും. എന്നാൽ ശിഷ്യൻ യേശു ആരെന്നറിയും. കർത്താവ് ഹൃദയം തുറന്നവന് യേശു ആരെന്നറിയും. അവൻ യേശുവിന് വഴങ്ങും. ആ നാമത്തിന് അവൻ കീഴ്പ്പെടും. ആ നാമത്തിന്റെ മഹത്വം അവന്റെ മേൽ ഇരിക്കും. ആ നാമത്തിന്റെ മഹത്വം അവന്റെ മേൽ വെളിപ്പെട്ടു വരും. വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി വെളിപ്പെട്ടു വരും. ആശ്വാസം കൊള്ളാൻ വേണ്ടി പറയുകയല്ല. ഞാൻ പിതാവായ ദൈവത്തെ ഞാൻ ഭയപ്പെടണം. അത് പുത്രൻ നമ്മോട് പറഞ്ഞു. എല്ലാറ്റിനെയും ന്യായവിധിക്ക് അയപ്പാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. മനുഷ്യരെ ഭയപ്പെടേണ്ട. പുത്രനെ സ്നേഹിക്കണം. അവനെ സ്നേഹിതനാക്കണം. ദൈവമാണ്. എങ്കിലും ഒരു ശരീരം, നീ മറ്റൊരു കാര്യം പറയാം, ഒരു ശരീരത്തിന് പ്രാധാന്യം ഉണ്ടോ സഹോദരങ്ങളെ? ഉണ്ടോ? ഒരു രാജാവ് മരിച്ചാൽ എന്തെന്ന് എഴുതി വരും? രാജാവൊന്നും ഇല്ലല്ലോ. നാട് വാടി നാട് നീങ്ങി. ഒരു പട്ടി മരിച്ചാൽ എന്തെന്ന് പറയും? ഇപ്പൊ ചത്തു എന്നൊന്നും പറയത്തില്ല, ദിവംഗതൻ. ഓക്കെ. ഒരു ബിഷപ്പ് മരിച്ചാൽ കാലം ചെയ്തു. കീർത്തി കേട്ടു എന്നല്ല, കാലം ചെയ്തു. ഒരു പ്രധാനമന്ത്രിയൊക്കെ മരിച്ചാലോ അന്തരിച്ചു. ശരി, ഇങ്ങനെ ആ കണക്കുകൾ നിങ്ങൾ കണ്ടോ? ഒരു 4-5 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കാലം ചെയ്തു. രാജാവ് മരിച്ചാലോ നാട് നീങ്ങി. നാട് മൊത്തം രാജാവിന്റെ കൂടെ നാട് നീങ്ങി. രാജാവിന്റെ നാട്ടിൽ നിന്ന് നീക്കുന്ന അർത്ഥം. പക്ഷെ അതിന്റെ പേപ്പറിലൊക്കെ നമ്മളിത് കാണുമ്പോ ഇങ്ങനെയാണ് വരുന്നത്. ഇനി കുറച്ചുകൂടി താഴേക്കുള്ള കയറ്റത്തിൽ വന്നാലോ അന്തരിച്ചു. ചരമം, മരണപ്പെട്ടു, മരണത്തിൽ പെട്ടുപോയി. പാവങ്ങളൊക്കെ മരണത്തിൽ പെട്ടുപോയി. നാട് നീങ്ങിയവരൊക്കെ. ഈ ബോഡിക്ക് എന്തോ ഒരു പ്രത്യേകത ഇല്ലേ? ഹല്ലേലൂയ. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയാൽ വാങ്ങിയതാ. നിൻ തിരുമേനി അറുക്കപ്പെട്ടു, നിൻ രുധിരത്തിൻ വിലയാൽ വാങ്ങിയതാ. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്. കേട്ടോ, ഈ തിരുമേനി അറുക്കപ്പെട്ടപ്പോ, അതാണ് തിരുമേനി ജോഷു, അതാണ് തിരുമേനി അറുക്കപ്പെട്ടപ്പോ ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ജാതികളും അവനോട് ചേർക്കപ്പെട്ടു. ഈ ശരീരത്തിന് പ്രത്യേകതയുണ്ട്. എന്റെ ശരീരത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് കർത്താവ് കൊരിന്ത്യ പുസ്തകത്തിൽ ലേഖകന് പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ എഴുതി വെച്ചു, നിങ്ങളോ നിങ്ങളുടെ നിങ്ങളോ മനസ്സിലായി പോണത് അങ്ങോട്ടാണ്. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? ഈ ശരീരത്തിലല്ല, വേറെ എവിടെയോ ശരീരത്തിനകത്തൊരു സ്ഥലമുണ്ട്, വേറെ ഏതോ ഒരു കുന്നുണ്ട്, വേറെ ഏതോ ഒരു അമ്പലമുണ്ട്, ഒരു ക്ഷേത്രമുണ്ട്, വേറെ ഏതോ ഒരു ഹൃദയത്തിനകത്തൊരു കോണുണ്ട്, അവിടെയാണ് ഈ ആളിരിക്കണത്. ഏതാള്? പരിശുദ്ധാത്മ. കറക്റ്റാ പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ ശരീരം ഇത് ദൈവത്തിന്റെ ആലയം, ഇത് ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഇടം. ഇവിടെയല്ല ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. ആത്മാവായ ദൈവം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവന്റെ ഉള്ളിൽ വസിക്കും. ആമേൻ. നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരം. ഇംഗ്ലീഷ് ശരീരത്തിന് പ്രത്യേകതയില്ല, ഇല്ലേ? ഹല്ലേലൂയ. ഇപ്പൊ എന്റെ സമയമായി കഴിഞ്ഞാൽ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ വയ്ക്കും, അറിയത്തില്ല. വെച്ചാൽ എന്ത് പറയും? നിത്യതയിൽ. അത് പറയത്തില്ല. ആദരാഞ്ജലികൾ എന്ന് പറയുന്നത് ഇപ്പൊ ആദരാഞ്ജലികളാണോ അഭിനന്ദനങ്ങളാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല.
രണ്ടും വട്ടത്തിലിട്ടാ കൊണ്ടുവച്ചേക്കുന്നത്. ഒരാൾ ആദരാഞ്ജലികളും ഇപ്പുറത്തെ അഭിനന്ദനങ്ങളും. പരീക്ഷ +2 പാസ്സായി 100 മാർക്ക് മാർക്കെടുത്ത് പാസ്സായ കുമാരി വനിതയ്ക്ക് അഭിനന്ദനം. തൊട്ടുപുറത്ത് കൊണ്ടുവച്ചിരിക്കും ദിവാകരൻ അകാലത്തിൽ പൊലിഞ്ഞ പൂനക്ഷത്രമേ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി. നമ്മൾ ഈ വണ്ടി പോകുമ്പോൾ മാത്രമേ കേൾക്കത്തുള്ളൂ, കാണത്തുള്ളൂ. അതുകൊണ്ട് പിടിച്ചു വയ്ക്കും. ആദരാഞ്ജലികളാണോ? അയ്യോ ഈ കൊച്ചു മരിച്ചോ? ഇവിടെ നോക്കുമ്പോ ഇല്ല, ദിവാകരനാണ് പോയത്. കൊച്ചിന് കിട്ടിയത് 1ാം സ്ഥാനം. ഈ ശരീരത്തിന് പ്രത്യേകതയുണ്ട്. എല്ലാവരും പറഞ്ഞോട്ടെ, ഈ ബോഡിക്ക് പ്രത്യേകതയുണ്ട്. ഇതുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് വല്ല ഒടുക്കമുണ്ട്. എന്റെ ദൈവമേ, എന്തെല്ലാം പരിപാടികളാണ് ഇതിൽ ഒപ്പിക്കണമെന്നറിയാം. ചില കുത്തി ഇപ്പൊ 30 കുറേ മുക്കുത്തി ഒരുമിച്ച് കയറ്റിയിട്ടാൽ ഒരു തുളയിട്ട് ഒരു കമ്പനി ഇടാനില്ലാത്ത സഹോദരിമാർ ഇപ്പൊ 3, 4 കിട്ടും. അവിടെ ഇവിടെയൊക്കെ കുത്തി തുളയ്ക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പണ്ട് ദേവദാസികളാണ് ഈ കൊലിച്ചിട്ടുണ്ടത്. പുരുഷന്മാര് പോകുമ്പോൾ പതുക്കെ ഒന്ന് ക്ലിക്ക് കാണിച്ചോളൂ. അതിന്റെ അർത്ഥം ഞാനിവിടെ ഉണ്ട്, നഗരങ്ങളിൽ ചെന്ന് രാപാർക്കാൻ വരൂ, ഇതാണ്. പക്ഷെ ഇന്ന് കൊലുസിടുക എന്ന് പറഞ്ഞൊരു രസമാണ്. ആമേൻ. കൊലുസ് അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്കത് പറയാം. അവൾ ഉറങ്ങുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഹല്ലേലൂയ. ഒരു കാര്യം തിരിച്ചറിയണം, രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാക്കുവാൻ എത്ര അലങ്കാര പ്രവൃത്തി നടത്തി. ഹല്ലേലൂയ. കർത്താവ് ഉറങ്ങുന്നുണ്ട്. ചിലർ പുക വിട്ട് ഉണർത്താറുണ്ട്. അത് കുറച്ച് ചിലർ ഇടയിൽ വെച്ച് ഉണർത്താറുണ്ട്. ചിലർ ആൽക്കഹോൾ ഒഴിച്ച് കർത്താവ് വീഞ്ഞു കുടിക്കാൻ മറന്നിരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ചിലർ അങ്ങനെ ഹൃദയം മലിനമാക്കും, മ്ലേച്ഛതകൾ കൊണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കും? അച്ഛൻ വിശ്വാസമില്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എങ്കിൽ ഈ ശരീരം അലങ്കരിക്കേണ്ടതാണ്. ആമേൻ. നാം യോഗ്യതയ്ക്ക് ഒത്തവണ്ണം അലങ്കരിച്ചു കൊടുക്കണം. ആരുടെ യോഗ്യതയ്ക്ക് ഒത്തവണ്ണം? വസിക്കുന്നവന്റെ വന്നിരിക്കുന്നവന്റെ യോഗ്യതയ്ക്ക് ഒത്തവണ്ണം. ഇതിപ്പോ പ്രശ്നം എന്താണെന്നറിയാമോ? പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കിടന്ന അവസ്ഥയാണ് ഈ കർത്താവിന്റെ അവസ്ഥ. ഇല്ലെങ്കിൽ യെഹെസ്കേൽ 37 ചുറ്റി നടന്ന അവസ്ഥ. കർത്താവേ, നിനക്കെല്ലാം കഴിയും. ആമേ. ഞാൻ പക്ഷെ ശരിയല്ലേ പറഞ്ഞു? അപ്പോഴാ ദിവ്യദർശനം കാണാതിരുന്നെങ്കിൽ യോഹന്നാന്റെ അവസ്ഥ എന്ത്? നമ്മളെ വെളിപ്പാടുകൾ വായിച്ചിട്ടാണ് ഊറ്റം കൊള്ളുന്നത്. ആ മനുഷ്യൻ കിടന്ന എവിടെ? തലയോടികളുടെ ഇടയിലൊക്കെ കിടക്കുന്നേ. ആ പുല്ലുണ്ടാവുക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അസ്ഥികളാണ്. അവിടെ മരിച്ചുപോയവരാണ്. ആൾക്കാരെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ട് തള്ളുന്ന സ്ഥലം. അവിടെ ഒരുപാട് മ്ലേച്ഛതകളും മലിനതകളും കിടക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ സ്വതം ഗോമേറയിലെ അവസ്ഥയാണ്. കർത്താവ് വന്ന് എവിടെ ഇരിക്കുവാണ്? സോദ ഗോമേറ നടുക്കിരിക്കും, ലോത്തിന്റെ കൂടെ ഇരിക്കും. അന്ത്യകാലത്ത് ഹൃദയം അങ്ങനെ ആയിരിക്കുമെന്ന് വചനം പറയും. ആ ഞെരുക്കം, കർത്താവ് അങ്ങനെ ആ ഞെരുക്കത്തിനിടയിൽ കയറി ഇരുന്നതാണോ? നമ്മൾ വെച്ചിട്ട് ഞെരുക്കുവാണ്, നമ്മൾ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുവാണ്. കർത്താവിനെ അങ്ങ് ഞെക്കുക, വേദനിപ്പിക്കുക, ഞെരുക്കുകയാണ്. ഒന്നും ആവശ്യമില്ല. എത്ര കാര്യങ്ങൾക്ക് വേണ്ടി രാവിലെ ഇറങ്ങുമ്പോൾ ഒന്ന് കാണാൻ പോകുന്നവരൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കി എല്ലാവർക്കും ക്ലിയർ ചെയ്ത് മുടിയൊക്കെ ചെയ്യി റെഡിയാക്കി ഒക്കെ പോകുമ്പോൾ നമ്മൾ പിന്നെ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാത്തൊരു കുഴപ്പമില്ല. എന്നാലും ഹൃദയത്തിന് നല്ല മേക്കപ്പ് ഉണ്ട്. പൗഡർ ഇട്ടില്ലെങ്കിലും ഹൃദയത്തിൽ പൗഡർ ഇടുന്നുണ്ട്. പോകുന്ന വഴിക്ക് ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. 2-3 വട്ടം നോക്കുന്നവർ അതിനൊന്നും വേണ്ട. ഒരു അമ്മച്ചിയോട് പറയണം, അമ്മച്ചി ആ ഇന്നിട്ടിരിക്കണം നേരിയത് കൊള്ളാം കേട്ടോ എന്ന് ചോദിച്ചാൽ, കൊള്ളാമോ മോനെ? ഇത് ചുമ്മാ ഇട്ടതാ. പോകുന്ന വഴിക്ക് ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ നോക്കും. ശരിയല്ല കേട്ടോ, കൊള്ളായിരുന്നു. കാരണം കൊള്ളാന്നൊരാൾ പറഞ്ഞു. ആമേൻ. അപ്പൊ ആ കാര്യത്തിലേക്ക് ഒരുങ്ങാൻ നമുക്ക് നന്നായിട്ട് അറിയാം. ശരിയല്ലേ?
ശരിയല്ലേ? ചെരുപ്പ് തേമ്പിപ്പോയെന്ന് പറഞ്ഞാൽ ആലയത്തിൽ വരാതെ എത്ര പേരുണ്ടെന്ന് അറിയാം? ചെരുപ്പ് തേഞ്ഞു പോയെന്ന്, തേഞ്ഞു പോയി. ചെരുപ്പ് എനിക്ക് ഇല്ലാത്തോണ്ട് ആലയത്തിൽ വരുന്നില്ല. ഹല്ലേലൂയ. ചിലക്ക് ചെറിയ കാര്യം മതി. ഇന്ന് ശ്രാദ്ധം 28 എന്നുവെച്ചാൽ 28 എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ദൈവമായിട്ട് അങ്ങനെ എത്ര ഈസി ആയിട്ടാ പറയുന്നത്. നമ്മൾ കൂടെ ദൈവത്തിന്റെ മന്ദിരം ഇതായി ജ്വലിക്കും. ചിലർക്ക് ജ്വലിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ചില ചർച്ചകളിലൊക്കെ പോയി കിട്ടാം. ഈ ജ്വലനം കാണുമ്പോ അത് മറ്റവനാ, പാമ്പാണ്. ആത്മാവിന്റെ ഒരു സന്തോഷം ഉള്ളതാ. നീ ഈ സഭയിൽ പ്രവേശിക്കുന്നവന്റെ ഉള്ളിൽ സന്തോഷം വന്നു. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചവറൊക്കെ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും പുറത്തോട്ട് തള്ളി നീക്കണം. അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും തള്ളി നീക്കണം. അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും തള്ളി നീക്കണം. കൂടെ എടുക്കരുത്. മക്കൾ ഇവിടെ ഇരുന്ന കേട്ടോ, ഞാൻ വരുമ്പോ കൊണ്ടുപോയിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വച്ചേക്കണം. ആലോചിച്ചു, വിശുദ്ധമാണ്, ഇതൊന്നും കൊണ്ട് കയറിക്കൂടാ, നീ ഇവിടെ ഇരുന്നു, ഞാൻ പോയിട്ട് വരുന്നത് വരെ ഇവിടെ ഇരുന്നോളാം, ഞാൻ വന്ന് എടുത്തോളാം. അത് അവിടെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ചിലർ പോകുന്ന വഴിക്ക് പോകുമ്പോ എടുത്തുണ്ട് പോകുന്നത് പോലെ മനഃപൂർവ്വമായി ആലയത്തിനകത്ത് കയറുമ്പോൾ ഒരു ശുദ്ധീകരണം നിർത്തിയിട്ട് പുറത്തിറങ്ങുമ്പോ ആ ചവറിനെ മറന്നേക്കണം. നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവോ? ഈ ഒരു മുറി കൊടുക്കും, എങ്കിൽ ഒരു സ്ഥലം കൊടുക്ക് സൗരങ്ങളെ. സർവശക്തനായ ദൈവം, നിത്യതയിൽ വാഴുന്നവനായ ദൈവം എന്റെ ഈ ശരീരത്തിൽ വാസം ചെയ്യാൻ വന്നിട്ട് ഞാൻ എന്റെ ഈ വീടിനകത്ത് ഞാൻ ഒരു സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നില്ല. ഒറ്റയെങ്കിലും കൊടുക്കുകയല്ല, ഒറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലീസിന് കൊടുക്കുക. എന്റെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും ഒരു വീട് കൊടുക്കുക കർത്താവിന്. ഈ വചനം പോകുന്ന പോക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ബാക്കി എല്ലാത്തിനും ഇഷ്ടംപോലെ സ്ഥലം കൊടുത്തിട്ടില്ലേ? ഹലോ, അതിനെക്കുറിച്ചൊരു മഹത്വം കൊടുത്താട്ടെ കർത്താവ്. അതും എന്തുമാത്രം നിർബന്ധിച്ചിട്ട്, എന്നിട്ടും ചിലർ കൈപൊക്കിട്ട്. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ എന്റെ ഈ മന്ദിരത്തിനകത്ത്, നേരെ മറിച്ച് ഈ മന്ദിരത്തിനകത്താണെങ്കിൽ ഞാൻ റോസാപ്പ് കൊണ്ടുവച്ച് വെക്കും. ഞാൻ ഇവിടെ ചൈനീസ് ക്ലേയിൽ ഒരു സാധനം കൊണ്ട് ഞാനൊരു കടയിൽ നിന്ന് കണ്ടു കേട്ടോ. നാളെ മറ്റന്നാ പൈസ വരും, ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി. മൈക്ക് പോരാ, വേറൊരു മൈക്ക് വാങ്ങിക്കാം. ഫാനിൽ എന്ത് വേറെ ഫാൻ വയ്ക്കാം, AC വേണമെങ്കിൽ ഇടാം. ഇങ്ങനെ ഈ കാണുന്നതിനൊക്കെ ഭയങ്കര അലങ്കാരം വരുത്താം. ഇത് വെള്ളം വീഴുന്നത് പോരാ, വേറെ ഒരു ക്രിസ്റ്റൽ ഒരു സാധനം വയ്ക്കും. ഓഹി. ഹല്ലേലൂയ, ആമേൻ. ഇങ്ങനെ അലങ്കരിക്കാൻ നമുക്ക് നല്ല എളുപ്പമല്ലേ? ആമേൻ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇല്ലാന്ന് കണ്ടാൽ അതൊക്കെ അങ്ങ് വിട്ടിട്ട് നമ്മൾ ഇവിടെ എന്ത് ഭംഗിയായിട്ട് ഒരുക്കും. നീ ഒരു മൈക്ക് വെച്ച് ഞാൻ 3 മൈക്ക് കൊണ്ടുവരും. അങ്ങനെ ആരെയും കൊണ്ടുവരണം, ഒരു മൈക്ക് കേടാണ്. ഹല്ലേലൂയ. ഇതൊക്കെ നമുക്ക് അലങ്കരിക്കാൻ ഭയങ്കര ത്രില്ലല്ലേ? അപ്പൊ പറയണേ, ഇവിടെ നമുക്കൊരു നിങ്ങളൊരു 5 മിനിറ്റ് അങ്ങോട്ട് ഭാവന ചെയ്താട്ടെ ഈ വേദി അലങ്കരിക്കുന്നതായിട്ട്. ഒരു ഫോക്കസ് ലൈറ്റ് ഇങ്ങനെ ഇവിടെ ഗായിക പാടുന്ന സ്ഥലം ഇവിടെ 2-3 പ്ലേ ചെയ്യുന്നു. സെറ്റ് ചെയ്യും മൈൻഡിൽ. ആമേൻ. ഈ പായൊക്കെ ഒന്ന് മാറ്റി ഇവിടെ ഒന്ന് മൊസൈക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്യില്ലേ? എന്തുകൊണ്ടാ ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ പണി നടക്കാത്തത്? ഹൃദയത്തിനകത്ത് ഈ പണി നടക്കാത്തതെന്ന് 1 മിനിറ്റ് നിലപ്പോ ഓഫ് ചെയ്യേണ്ടി വരും. ഹൃദയത്തിനകത്ത് ഈ പണി നടക്കാത്തത് എന്തുകൊണ്ടാണ്? മൊസൈക്കിടാത്തത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിനകത്ത് മാറിക്കിടക്കുന്ന പായ് നേരിടാത്തത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിനകത്ത് മാറിക്കിടക്കുന്ന വസ്ത്രം നേരിടാത്തത് എന്തുകൊണ്ടാണ്? വസ്ത്രത്തിൽ അഴുക്കുകൾ പിടിച്ചിട്ടും കഴുകിക്കളയാത്ത? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ആലയം വിശുദ്ധമല്ലോ. ദൈവം വസിക്കുന്ന ആലയം വിശുദ്ധമല്ലോ. ഇന്നും പലരും പുതിയ സ്ഥലങ്ങളിൽ വഞ്ചന ഉണ്ടോ? പിശാചി പറയും, നീ വേളാങ്കണ്ണി പോയാൽ മതി, അവർ കാര്യം നടക്കും.
ഈച്ച മൂടിയിട്ട് അവിടെ കിടക്കുന്ന ആൾക്കാരാണ്. ഇത് പോകേണ്ടത് എവിടെന്നാ? ദൈവം എന്നെ കണ്ടുവോ, ആ കണ്ട നാൾ മുതൽ ഞാൻ എന്റെ ദൈവത്തിന്റെ ഇങ്ങോട്ട് അൽപ്പേരത്തിങ്ങോ അവനെ ഫ്രീ ആക്കും, അല്ലെങ്കിൽ ഞാൻ അവനടി കൊടുക്കും. അവിടെ ഇരുന്നാലും പറ്റൂല, അവടുത്തോടെ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരം. ഇനി പറയാം, ദൈവം എവിടെ വസിക്കാൻ നിങ്ങൾ വന്നപ്പോ ഒന്നും വേണ്ട. ഈ ശ്രദ്ധിക്കും. പണ്ട് ഈ തിരുമേനി എഴുന്നള്ളുന്നൊക്കെ വരുമ്പോഴേ പള്ളിയിലെ പ്രധാനിമാരൊക്കെ ടീച്ചർമാരും ഒക്കെ മുണ്ടും നേരിയതൊക്കെ കൊടുത്ത് വെള്ള സ്കാർഫും ഒക്കെ ഇട്ട് പാവം പിടിച്ച കൊച്ചു പിള്ളേർക്ക് 2 ചിറക് വെച്ചു കൊടുത്ത് തിരുമേനി എഴുന്നള്ളിപ്പിക്കാൻ നിർത്തലാണ്. 10 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ 10 മണിക്ക് വരുമോ? നിങ്ങൾ വരുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടേ വരും. ഹല്ലേലൂയ. 10 എന്നുള്ളത് 11 12 പാവം പിടിച്ച കൊച്ചു പിള്ളേർ. ഹലോ, ശ്രദ്ധിക്കുക. പാവം പിടിച്ച കൊച്ചു പിള്ളേർ ഭയങ്കരമായിട്ട് താഴ്ന്നു നിൽക്കുമ്പോൾ ആരാ പറഞ്ഞ ഒരു തിരുമേനി, ഒരു മനുഷ്യൻ വരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ റോഡ് വരെ ക്ലീനാക്കി കഴുകി വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് അതിൽ കൂടെയാണ് ആന ഈസി ആയിട്ടാ കുന്തേട്ടുണ്ട് പോകാൻ. അങ്ങനെ ബോധമില്ലെന്ന് മനസ്സിലായി. ഇവരുടെ അപ്പിയെല്ലാം കൊണ്ട് കുഴി കളഞ്ഞു. ആന കൂളായിട്ടാണ് കുന്തേട്ട് അതിന്റെ പുറകെ. ഞാൻ സത്യമായിട്ട് ഞാൻ ചിന്തിച്ചു, ഇവർക്ക് ഈ ബോധ്യം എന്താ വരാത്ത? ആനയുടെ സ്ഥാനത്ത് എന്താണേലും ഇടും. ആനയ്ക്കറിയാം ഇതിലൊന്നുമില്ല, ഇവർക്കറിയില്ല. നമ്മളും പുറം വൃത്തിയാക്കും. മേശയ്ക്ക് നല്ലൊരു വിഴി വേണം കേട്ടോ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ തന്നെ ഒരു വിഴി നമ്മുടെ മനസ്സിൽ വന്നില്ലേ? ഇല്ല, വന്നിട്ട് വരും. എന്റെ ഹൃദയത്തിൽ നല്ലൊരു വിഴി വെക്കണ്ടേ? ഒരു മര്യാദക്കിരുന്നില്ലേ പറഞ്ഞേട്ടോ? സ്ഥിരം പരിപാടിയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ എന്റെ അകത്ത് വസിക്കേണ്ടത് ദൈവത്തിന് ഞാൻ ഇന്ന് എങ്ങനെ ഒരുക്കി കൊടുക്കും? ശ്രീ പറയുന്ന ഒരു ഉദാഹരണം പറയും. ഇന്ന് നീ എങ്ങനെ ഒരുക്കി കൊടുക്കും നിന്റെ കർത്താവ്? മിണ്ടായിരിക്കരുത്, എന്തെങ്കിലും പറയും. അജക്ഷൻ എങ്ങനെ ഒരുക്കി കൊടുക്കും? അതെ, ആ വൃത്തിയാക്കൽ എങ്ങനെയെന്നാ ഞാൻ ചോദിച്ചത്. വചനം കൊണ്ട് പറയും. ഒരുക്കി കൊടുക്കും. എങ്ങനെ ഒരുക്കുമെന്ന് ചോദിച്ചു. നല്ല വൃത്തിയാക്കും. എങ്ങനെ ഒരുക്കും? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒന്നും തെറ്റുള്ളത് ശരിയല്ലേ? ആദ്യം പറഞ്ഞ കാര്യം ശരിയല്ലേ? നിങ്ങൾ ആരും കൈവക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമില്ല, ദൈവമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല പോലും ഇന്ന് പറഞ്ഞിരിക്കട്ടെ. ഇനി പറഞ്ഞുണ്ടല്ലോ, ഹല്ലേലൂയ. എല്ലാം പിശാചിന്റെ തലയിൽ വെച്ചിട്ട് അവനെ മറയാക്കിയിട്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അത് ഏറ്റുപറയാൻ ചില പാസ്റ്റേഴ്സ് ഉണ്ട്. കുടുംബത്തിനകത്തൊരു അന്യായ ബന്ധനം കിടക്കും. ബന്ധനം ഇവിടെയാ. ആത്മാവിന് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ എന്റെ ആലയം, ഇനി മറ്റൊരു ഭാഗമുണ്ട്, എന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് അവന് തിന്നുകളഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ഈ ശരീരത്തിന് പ്രത്യേകതയില്ലേ? അടിപ്പെടേണ്ട ശക്തിയാൽ ഞാൻ സൗഖ്യമാകേണ്ടതല്ലേ? എന്റെ പ്രശ്നങ്ങൾ കാണാത്ത ദൈവമാണോ? നിങ്ങൾ വചനം നേരായിട്ടൊന്ന് പഠിച്ചു നോക്ക്. ഞാൻ സിനായ് മലയിൽ ഇറങ്ങിയപ്പോ കുലുങ്ങിയ കാര്യം പറഞ്ഞ് വെറുതെ അല്ല. നമ്മുടെ ഹൃദയത്തിൽ അത് പച്ച പിടിച്ച് നിൽപ്പുണ്ട്. ശീലാസും പൗലോസും ആരാധിച്ചപ്പോ കുലുങ്ങിയ കാര്യവും അവിടെ ഒരു സ്നാനം കൂടി നടന്നു. അതുകൊണ്ട് അത് ഓർക്കാതെ
അവർ പ്രാർത്ഥിച്ചപ്പോ അവിടെ ഇരുന്ന ആലയം കുലുങ്ങി. ശരിയല്ലേ? ആമേൻ. എങ്കിൽ ഈ ആലയം കുലുക്കാൻ ആർക്ക് കഴിയും? എന്തിന്? 50 രൂപയുടെ കേസിൽ ആലയം കുലുങ്ങി ഞെട്ടി ആലിൽ പറക്കും പോലെ പറച്ചു. നീ പള്ളി പോവും? ഞാൻ പോവില്ല, വിറച്ചു പോവും. നിർത്താതിന്റെ അന്യഭാഷ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സുശേഷം പറയുന്ന ഇറങ്ങും, കാലിനെ വെട്ടിയെടുത്തോളെ. എനിക്ക് കാല് വേണം, ഞാൻ പറയില്ല. ആമേൻ. ഒന്ന് പരിശോധിച്ച് നോക്ക്. നമ്മളെ ദൈവം തരുന്നതിന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ യേശു ആരാണെന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്ന സ്ഥാനത്തിൽ നിന്നാണ് വെളിപ്പെടുന്നത്. അപ്പോ ഈ ഹിസ്കിയാവ് ഒറ്റ പ്രാർത്ഥന, ഇങ്ങനെ കിടന്ന മനുഷ്യൻ ഇങ്ങനെ കിടന്ന് രാജകാര്യങ്ങൾ നോക്കിക്കൊണ്ട് കിടക്കും. ഈ രാജകാര്യങ്ങൾ നോക്കിക്കൊണ്ട് കിടക്കുമ്പോ വെടിവെട്ടുമ്പോൾ ഒരു കാര്യം കേട്ടു, കാര്യങ്ങൾ ക്രമത്തിലാക്കിക്കൊള്ളാം. എന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നീ എടുക്കപ്പെടാൻ പോകുന്നു. ഒരു കാര്യമുണ്ടല്ലോ, ഹിസ്കിയാവിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്നറിയാം? അത് വിശ്വസിച്ചു. അതുകൊണ്ട് പ്രാർത്ഥിച്ചു, അതുകൊണ്ട് വിടുതൽ പ്രാപിച്ചു. നമ്മൾ പലതും ദൂതുകേട്ട എന്ത് ചെയ്യത്തില്ല. ഏത് പ്രവാചകൻ, ഇന്ന് ഏത് പ്രവാചകൻ എന്നല്ലേ ചോദിക്കുന്നത്? ഏലിയ, പേരില് എന്നിട്ടുണ്ടല്ലോ 4-ാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ വെറുതെ വേസ്റ്റ്. നിലവിളിച്ചതും പ്രാർത്ഥിച്ചതും കണ്ണുനീരും ഒന്നും അവർ കണ്ടില്ല. ഇന്ന് കമിഴ്ന്ന് കിടക്കുന്നത് ഇടയനാണ്. ചില ആടുകൾക്ക് വരാൻ പോകുന്ന ദുരന്തം കണ്ടിട്ട് മലർന്നു കിടന്ന് പ്രാർത്ഥിക്കേണ്ടതും കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കേണ്ടതും മുട്ടിന്മേൽ നിൽക്കേണ്ടതും ഇടേന്റെ ഉത്തരവാദിത്വമായി മാറി. ഇടേന്റെ നിലവിളിയായി മാറി, കണ്ണീരായി മാറി. ഹിസ്കിയാവ് ഇങ്ങനെ അന്തപുരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ട് സന്തോഷിച്ച് കിടക്കുമ്പോഴാണ് പറയുന്നത്, ഈ പരു തന്നെ അടിച്ചോണ്ട് പോകും, ഈ രോഗം നിന്റെ. സിമ്പിളാണ്. ഏലിയാവ് എന്താ പറഞ്ഞേ? ഏലിയാവല്ലയോ? സോറി, യേശയ്യ എന്താ പറഞ്ഞേ? ഗൃഹകാര്യങ്ങൾ പെണ്ണുപിള്ളേരൊക്കെ വിളിച്ച് പറയും, പോകാൻ സമയമായി മക്കളെ, നമ്മൾ പോകാനുള്ള ഏർപ്പാടായി എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങ് ഒരുങ്ങി പോകാനായിട്ട് ഞാനിത് ദൂതന്മാർ ഇറങ്ങുന്നത് കാണുന്നു, ഞാന് ഈ കൊണ്ടുപോകാൻ വരുന്നത് കാണുന്നു, തേരാളിയൊക്കെ കാണുന്നു. ഒന്നും പറഞ്ഞില്ല. പുള്ളിക്കാരൻ ഒറ്റ കാര്യം മനസ്സിലായി, ഞെട്ടി വിശ്വസിച്ചു. പറഞ്ഞത് സ്വർഗം തന്നെ. നമ്മളാണെങ്കിൽ എന്ത് വിചാരിക്കുന്നറിയോ? ഇതിപ്പോ ഒരു പനി, ഒരു ഡോളോ കഴിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ഇനി ഡോളോ അല്ലെങ്കിൽ എൻ്റെ മകന്റെ സീനിയറായ ഒരു ഡോക്ടർ ഉണ്ട്, അവർക്കും അറിയാൻ പറ്റും. നമ്മളതല്ലേ ചിന്തിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളെ സുഹൃത്തുക്കളെ വിളിച്ചു നോക്കും. കേശവദാസപുരത്ത് ഒരു രാഗിണി തങ്കച്ചിയുണ്ട്. ഇല്ലെങ്കിൽ നമ്മള് പിന്നെ ഹൃദ്രോഗ വിദഗ്ധൻ, അയാളെ പേര് ഞാൻ മറന്നു, റാഫേലൊന്നുമല്ല, ഒരു പേരുണ്ട്, ഇങ്ങനെയുള്ള പേരുണ്ട്. അപ്പോൾ നോക്കി അച്ചട്ടാണ്, അപ്പൊ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. എന്നാ ഞാൻ നിനക്കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശരീരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിസ്കിയാവ് വിശ്വസിച്ചു. അടുത്തേക്കാള് കരം കൊടുത്ത് പറയുക, ആ വാർത്ത കേട്ടിട്ട് ഹിസ്കിയാവ് വിശ്വസിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഈ ശ്രീമാന്റെ കാര്യം ഒരു ദിവസം 7-ാം തീയതി ഇവിടെ വന്നിട്ട്, 8-ാം തീയതി ആയിരുന്നു കൺവെൻഷൻ. 7-ാം തീയതി ഇവിടെ വന്നിട്ട് പിന്നെ ഈ വളരെ ഭാരപ്പെട്ട് കൂടെ നിന്നിട്ട് വിറകൊക്കെ പറക്കി വയ്ക്കുമ്പോൾ, ഞാൻ ഇപ്പൊ പോകും, എനിക്ക് പോകണം, തങ്കച്ചി വിളിച്ചോണ്ടിരിക്കണു. തങ്കച്ചി എന്ന് വെച്ചാൽ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അവന്റെ വിമ്മിട്ടം ഞാൻ കാണുന്നു. ഞാൻ ചോദിച്ചു, കുമാര നാളെ നീ കാണും? പിന്നെ ഞാൻ നാളെ വരും. കുമാരനെ കാണാനില്ല, ഞായറാഴ്ച കാണാനില്ല. അപ്പൊ എന്റെ വിഷമം എന്താണെന്നറിയോ? അവനെ എന്റെ കൈ കിട്ടിയ അടുത്ത് എന്റെ വിഷമം ഇതാണ്, ശനിയാഴ്ച ഇന്ന് വരാത്തോണ്ടുള്ള വേദന കൊണ്ടായിരിക്കും വരാത്തത്. അപ്പൊ വേറൊരു സ്ഥലത്ത് പോയിട്ട് അടുത്ത ദിവസം വിളിക്കുകയാണ്, തിങ്കളാഴ്ച വേദനയോടെ വിളിക്കുക. ഒരു സാധനം പുറത്തു വന്നു, അനങ്ങാൻ വയ്യ,
പ്രാർത്ഥിക്കണം. ഇതാ ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ്, വരുന്നു. ആലയത്തിൽ വരേണ്ടവൻ കോട്ടയത്ത് പോയി നിൽക്കുന്നു. ഇന്ന് കോട്ടയം കാണാതെ അവിടെ നിന്ന് ഒരു ഓട്ടോ ആയിരുന്നു. ഒരു കാര്യം സത്യമാണ്, നിലവിളിച്ചുകൊണ്ട് ആലയത്തിനകത്ത് കയറി പുറത്തു ചാടിയ വരും, അകത്ത് പോയി സൗഖ്യമായി. ഹല്ലേലൂയ. ഇവൻ ഈ രോഗമൊക്കെ വരുമ്പോൾ വീട്ടിൽ ചെന്ന് ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ 10,000 രൂപ മുടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഭാര്യ ഒന്ന് ഞെട്ടി, ഒരു വെട്ടൽ. അടുത്ത ദിവസം ശ്രീമാർ വിചാരിക്കാം 11 മണിക്ക് ഡോക്ടറിന്റെ അടുക്കിലേക്ക് പോകണം. ഓട്ടയും ഭാര്യയും ഭാര്യയുടെ അമ്മയും ഒക്കെ പൈസ ആയിട്ട് വരുമെന്ന് പറഞ്ഞ് പാവം കാത്തിരിക്കും. എന്നെയും വിളിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. സമയത്തിന് വരാത്തതിന്റെ കുറവായിരുന്നു. ആലയത്തിൽ കയറാൻ വിളിച്ചാൽ നീ എപ്പോഴും പണിക്ക് പോകും, പണിക്ക് പോയതിന്റെ കുറവാണെന്ന് പറഞ്ഞു. എന്നാലും മോനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. സത്യം പൈസ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാനെ, ഭാഗ്യത്തിന് അന്നൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ദൈവത്തിന് വിരോധമായി പോയനെ. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. അത് എന്റെ പ്രാർത്ഥന കൊണ്ടാണെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് അവിടെ ദേഷ്യം കൊണ്ടുണ്ടായിരുന്നു. പക്ഷെ അടുത്ത ദിവസം 11 മണിയായിട്ടും കുമാരനെ കൊണ്ടുപോകാനായിട്ട് വന്ന ഓട്ടോ വരുന്നില്ല. രാവിലെ അവൻ്റെ അമ്മായിയമ്മ ഒരു ലെറ്റർ അവന് കൊടുത്തു, ലവ് ലെറ്റർ. പൈസ ഞാൻ തരാം, തിരിച്ചു തരണം. പിന്നെന്താ തരാം, പള്ളിയിൽ പോകരുത്. അവിടെ ഒരു കുത്തു കൊടുത്താട്ടെ. ആനേ ഇവിടെ ഇരിക്കും, എവിടെ പോണു? നീ മാവളക്കടവ് ചർച്ചിൽ പോകരുത്, ഈ ബന്ധപ്പെടണം, ഞങ്ങളെ ചർച്ചിൽ വരണം, ജോലി ചെയ്യുന്ന പൈസ കൃത്യമായിട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ നിന്റെ കഴുത്തിലൊരു കയറിട്ടേക്കും, നീ കുരങ്ങനായി ഇവിടെ ഇരുന്ന് വേണം. എന്തായാലും അവൻ അതിനെ സ്വീകരിക്കാതെ ഓടി ആലയത്തിൽ വന്നു. ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു. ഇതേം കൊണ്ട് കരഞ്ഞിട്ടുണ്ടാവും. കാരണം സംഗതി പൈൽസ് എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല, അത് വരുന്നവനറിയാം അതിന്റെ വേദന. ആമേൻ. പൈൽസ് വന്ന് ഡോക്ടറുടെ മുമ്പിൽ യെശയ്യാവ് 3:2 പറയുമ്പോഴൊക്കെ പോയി നിൽക്കേണ്ടി വരും. യെശയ്യാവ് 2 നിങ്ങൾ വായിച്ചാൽ മതി. അഗ്നനായിട്ടൊക്കെ പോയി നിന്ന് കൊടുക്കേണ്ടി വരും, പൈൽസ് കാണേണ്ടത്. ആമേൻ. എന്നാൽ നിന്റെ ഭാര്യയും അമ്മായിയും ഒക്കെ കാത്തിരുന്നു. ഇന്ന് വരുമ്പോൾ ഒരു ഇത് ചെയ്യണം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിനറിയാം, അവന് ഭാര്യയില്ല, അവന് അമ്മയില്ല, അമ്മായിയമ്മയില്ല, അവന്റെ കയ്യിൽ പണമില്ല. പണമൊക്കെ ആവശ്യമില്ല, തീർത്തതാ. എന്നാലും ഞാൻ പറയുന്നു, ഹൃദയത്തിനകത്ത് അവൻ നിലവിളിയോട് പറഞ്ഞപ്പോ ആ പുറത്തു നിന്നുമ്പോഴേ അകത്തേക്ക് കയറിപ്പോയി. അവൻ അടുത്ത ദിവസം ജോലിക്ക് പോയി. ഇത് വിശ്വസിപ്പാൻ അവന്റെ അമ്മായിയമ്മയ്ക്കും ഭാര്യയ്ക്കും ഇന്ന് വരെ കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എന്തിനു പറഞ്ഞെന്നറിയും? ഹിസ്കിയാവ് നിന്റെ കാര്യങ്ങൾ ക്രമത്തിലാക്കിക്കൊള്ളുക, സമയം അടുത്തെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കിയിട്ട്, അതെ കഴിഞ്ഞ കണ്ണടയുടെ കാര്യം പറഞ്ഞില്ലേ, 20ാമത്തെ വയസ്സിൽ എൻ്റെ കൂട്ടുകാരനെയും കൊണ്ട് കണ്ണാശുപത്രി പോയി. അവിടെ പോയിട്ട് അവരിങ്ങനെ കണ്ണിൽ ഒരു ലെൻസൊക്കെ ഇട്ട് പറയുമ്പോൾ ഇവൻ വായിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ 2-3 പേരായിട്ടാണ് പോയത്. ഞാനും എൻ്റെ ക്ലോസ് ഫ്രണ്ടുമായിട്ട് പോയി മാറി നിന്ന് കക്കാന്ന് ചിരിയ. 8-ന് 4 എന്നൊക്കെ വായിക്കുകയാണ്, 3-ന് 1 എന്നൊക്കെ വായിക്കുകയാണ്. അപ്പൊ ഇത് ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നിട്ട് എടാ വിനോദം എന്താണെന്ന് പറഞ്ഞ് ചിരിക്കുക ഭയങ്കരമായിട്ട്. അതിന്റെ ആഴം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാകുന്നുണ്ടോ? അന്ന് അവൻ ഇപ്പോഴും കാഴ്ച കുറവാണ്, എന്നാലും കാണുന്നുണ്ട്. നമുക്ക് അറിഞ്ഞൂടെ പലതും. എന്നാ ഹിസ്കിയാവ് ഒരു കാര്യം പറഞ്ഞു, ഈ ശബ്ദം എവിടെ നിന്ന് വന്നത് തന്നെ. നമ്മളാണെങ്കിൽ അത് ഏലിയാവല്ലേ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ യെശയ്യാവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പ്രവചനം നടന്നിട്ടില്ല, ഇത് നടക്കത്തില്ലായിരിക്കും. പിന്നെ ഒരു പരുവല്ലേ 2 ചെക്കി കാര്യം കാണിച്ച് അന്നങ്ങ് സുഖവും കൂടെ ആയിക്കഴിഞ്ഞുണ്ടല്ലോ. ശരിയല്ലേ? കർത്താവ് പറഞ്ഞത് കർത്താവിന്റെ ദിവസം ഒരു ദിവസം 1000 ദിവസം പോലെയാണ്. കർത്താവിന്റെ ദിവസം നാളെയാണോ മറ്റന്നാളാണെന്ന് ആർക്കറിയാം? ആമേൻ. ഒരുങ്ങുക സഭയെ, മണവാളന്റെ വരവ് ഏറ്റവും അടുത്ത് പോയി. ഇത് കേട്ട് എത്ര പേര് ഒരുങ്ങുന്നുണ്ട്? എന്നെ കണ്ണാടി കുട്ടി വെച്ചു. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കിയാവ് ഇങ്ങനെ കിടന്ന് അന്തപുരം നോക്കിക്കൊണ്ടിരുന്ന ഹിസ്കിയാവ് ഒറ്റ തിരിച്ചില്ല. ഈ കാഴ്ചക്ക് ഒരു ഗുണവുമില്ലെന്ന് മനസ്സിലായപ്പോ, നീ ആയുസ് തന്നാൽ പിന്നെയും കിടന്ന് നോക്കാം. നീ പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചവന്റെ മേൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി മടങ്ങി വന്നു. യെശയ്യാവ് അവന്റെ അടുക്കൽ നിന്ന് കാര്യം പറഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് നടന്നു പോയപ്പോ തന്നെ സ്വർഗത്തിൽ നിന്ന് മറുപടി അതേ യെശയ്യാവിന്റെ നാവിൽ ദൈവം കൊടുത്തു.
നീ മടങ്ങിച്ചെന്ന് എന്റെ മകനോട് പറയ, 15 സംവത്സരം നിനക്ക് നീട്ടി തന്നിരിക്കുന്നു എന്ന്. അതും അങ്ങനെ തന്നെ വിശ്വസിച്ചു അയാൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നവന്, ദൈവത്തിന് കീഴടങ്ങുന്നവന് വിശ്വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞ ദൈവമക്കളെ, യഥാർത്ഥ പ്രാർത്ഥനയാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ ഞെരുങ്ങുന്ന കർത്താവിന് ഒരു ഇടം കൊടുക്കാതിരിക്കും? നമ്മളുടെ പ്രവൃത്തികൾ കാരണം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിനെ ഞെരുക്കുന്നു. ഇത് കൂടാതെ നമ്മളുടെ അവിശ്വാസവും കൂടെ കയറി വരുമ്പോഴോ, ആമേൻ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനകത്ത് ഒരു 2 കൈയും 2 കാലും ഇല്ലാത്തൊരു മനുഷ്യന്റെ മെസ്സേജ് കേട്ടിട്ടുണ്ടോ? ഇതിങ്ങനെ നടക്കുന്നത്, ഇത് കാലിത്രയും കണ്ടേ ഉള്ളൂ. വേറെന്താ ഇതിന്റെ? പുള്ളി ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് എനിക്കറിയത്തില്ല, എന്റെ കാലുകൾ നീളം വയ്ക്കട്ടെ, കൈകൾ നീളം വയ്ക്കട്ടെ. പക്ഷെ കൂറ്റൻ വേദികളിൽ നിന്നിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട്. കണ്ണട എടുത്ത് വെക്കാൻ കൈയില്ല സഹോദരൻ, ബൈബിൾ തുറക്കാൻ കൈയില്ല, 2 കൈയും. പിന്നെ ആരാ വചനം പഠിപ്പിച്ച്? നടക്കാൻ കാലില്ല. ഈ മനുഷ്യൻ പ്രാഥമിക കർമ്മങ്ങൾ എങ്ങനെ നടത്തുമെന്ന് ഓർത്തുവോ? ആ മനുഷ്യൻ ദൈവത്തിന്റെ സുവിശേഷകൻ, അത്ഭുതങ്ങളുടെ രാജാവായ യേശുവിന്റെ മുടന്തനെ നടത്തിയ ദൈവത്തിന്റെ സുവിശേഷകൻ. ഹല്ലേലൂയ. തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുത്തവനെ ഘോഷിച്ചുകൊണ്ടേ നടക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുന്നു ഈ മനുഷ്യന്റെ ഒരു മെസ്സേജില്. ഹല്ലേലൂയ. എല്ലാരും തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവം തള്ളിയിട്ടില്ല. ഒരു കുറവ് നിനക്കുണ്ടോ? തള്ളിയിട്ടില്ല. ആലയം ഒന്ന് ഒരുക്കി കൊടുക്കാമോ? ആലയം ഒന്ന് ഒരുക്കാമോ? ഞെരുക്കുന്നത് നിർത്താമോ? നിന്റെ ആലയം വിശുദ്ധമല്ലോ. ഹൃദയത്തിനകത്ത് വച്ചിരിക്കുന്ന ഇങ്ങനെ കടിച്ച് തൂങ്ങിക്കിടക്കുന്ന കുറെ ഇത്തിളുകളും കുറെ കൊളയട്ടകളും കിടപ്പുണ്ട്. കൊളയട്ടകൾ. അട്ടയെന്ന് തന്നെ ഞാൻ പറയും. അട്ട കടി കിട്ടിയിട്ടുള്ളവർക്ക് അറിയാം. കിട്ടിയിട്ടുണ്ടോ ആർക്കും അട്ട കടി? ഏത് അട്ടയുടെ കടി? പൊന്മുടി പോയപ്പോ. അതെ, പൊന്മുടി പോയപ്പോ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ പോയി അവിടെ ഇങ്ങനെ രാത്രി കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് സ്ഥലം കാണാൻ കണ്ടെന്ന് പറയും. അപ്പൊ ഒരുത്തന്റെ കാലിൽ അട്ട ഇരുന്ന് കടിച്ചു. 3 അട്ട കഴിഞ്ഞു. ഞാൻ പൊട്ടിച്ചിരിയാണ്. ഞങ്ങളെല്ലാം അതിന്റെ അട്ട കടിച്ചു. ഓ ശരിയാണല്ലേ, എന്റെ കാലിൽ അട്ട. അത് വിടത്തില്ല. അപ്പൊ മറ്റേ പുള്ളി പറഞ്ഞു അവിടെ ഇരിപ്പുണ്ടോ? ഇന്ത്യയിൽ ഇരിപ്പുണ്ട്. ഞാൻ അറിഞ്ഞില്ല. ഇതുപോലെ കിടക്കുന്ന ചില അട്ടകള്. ഈ അട്ട ഇരിക്കുന്നിടത്ത് പിന്നെ എങ്ങനെയാ കർത്താവിന് ഒന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റുന്നത്? നീ അട്ടയെ എടുത്ത് കളയ്. ദൈവത്തിന്റെ ആലയമല്ലോ. ആമേൻ. തിരിച്ചറിയ. ഞാൻ ആത്മസാന്നിധ്യം അറിയണം. ഞാൻ ദൈവത്തോട് സംസാരിക്കണം. ഇന്ന് സഭയ്ക്ക് 3 സന്ദേശങ്ങൾ. 1, ദൈവത്തെ നീ ഭയപ്പെടണം. 2, പുത്രന്റെ സ്നേഹത്തെ നീ അറിയണം. 3, ആത്മാവിന്റെ ശബ്ദത്തെ തിരിച്ചറിയണം. പുത്രനെ സ്നേഹിക്കണം. കണ്ട് നമ്മളെ മറ്റേ പണ്ടൊരു ഇതുണ്ടായിരുന്നല്ലോ, ആട്ടോഗ്രാഫി. ചത്താലും ഞാൻ നിന്നെ മറക്കില്ല എന്തൊക്കെ പറഞ്ഞിട്ട്. ഇന്നുണ്ടാകുന്ന എനിക്കറിയത്തില്ല. ഇന്നുണ്ടാകും. എന്റെ അമ്മയുടെ ഒക്കെ ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ട്. അമ്മയുടെ ഒക്കെ ഇരിപ്പുണ്ട്. അവിടെ വെച്ചിട്ടുണ്ട്. തപ്പട്ട. ആമേൻ. അപ്പൊ ഇതിനകത്തൊക്കെ നോക്കുകയാണ്, ലോകം നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇപ്പൊ കണ്ടാ തിരിച്ചറിയും. അറിയില്ല. 20ാമത്തെ വയസ്സിൽ പഠിച്ച IT-യിലെ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് കൂടി. ശബ്ദമൊക്കെ കണ്ടു ഒരുപോലെ. കണ്ടപ്പോ ഓരോന്നും ഓരോ സൈസ്. മുട്ട നരച്ചു, വയറ് ചാടി, പിന്നെ ആകെ വശം കെട്ട് എല്ലാം 50 ആയില്ലേ. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും. കർത്താവിന് ഒരു മാറ്റമില്ല. പറയുന്നു, വിളിച്ച നാൾ മുതൽ വിശ്വസ്തനായ ദൈവം എന്റെ അകത്ത് അവൻ സ്നേഹത്തിൽ പ്രവേശിച്ച നാൾ മുതൽ അവൻ സ്നേഹമല്ലാതെ യാതൊരു ദോഷവും എന്റെ മേൽ ചെയ്തിട്ടില്ല. ആമേൻ. നിങ്ങൾ എന്നെ ആരെന്ന് അറിയുന്നു. ചില പാരമ്പര്യം പറയും രക്ഷിക്കപ്പെട്ട് ഇത്ര കാലമാണ്. ചില പറയാറുണ്ട് ചില പാപങ്ങൾ സ്വഭാവങ്ങൾ മാറാൻ കാലങ്ങൾ എടുക്കും. എന്നെ വേദനിപ്പിച്ചൊരു മറുപടിയാണ്. കാലങ്ങൾ എടുക്കും. അതൊക്കെ ശരിയാവത്തുള്ളൂ. അതൊക്കെ തേച്ച് എന്ത് ചെയ്യണം?
അസ്ഥി നേരെയാക്കണം. സമയമായില്ല കൂട്ടാൻ, സമയമായി. ഹല്ലേലൂയ. സമയമായി. ഒരു പാപം മാറ്റാൻ എത്ര സമയം? അതിൽ വസിക്കാൻ എത്ര കാലം വേണം? ജീവിതകാലം മുഴുവൻ അതിൽ വസിക്കണം. മാറാൻ ഒരു കള്ളപ്രാർത്ഥനയ്ക്ക് ഒരു നിമിഷം മതി. നാഥാ നീ മതിയേ, നിൻ കൃപ മതിയേ എനിക്ക്. എന്നാ പിന്നെ ഇരിക്കുന്ന ഒരു 10,000 എടുത്ത് സ്വത്ര കാഴ്ച ഇട്ടാട്ടെ ഇതോ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് സുവിശേഷത്തിനായി സമർപ്പിക്കും? സുവിശേഷത്തിനായി എത്ര പേര് സമർപ്പിക്കും? ഹല്ലേലൂയ. 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 ആമേൻ. എന്റെ ജീവിതത്തിൽ യേശു ആരാന്ന് ഞാൻ അറിയണം. ആമേൻ. ഒരല്പകാല ജീവിതത്തിന് വേണ്ടി നമ്മൾ ഇത്രയേറെ അധ്വാനിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ മുമ്പിൽ പിശാച് നിരത്തി വെക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. സാമ്പത്തികം, കുട്ടികളുടെ പഠനം, വസ്ത്രം, രോഗം, പലവിധ കാര്യങ്ങൾ നിരത്തി വെക്കുമ്പോൾ പലപ്പോഴും പതറിപ്പോകുന്നവരോട് ആത്മാവിൽ പറയുന്നു, നിന്റെ ശരീരം വിശുദ്ധമല്ലോ. നിന്നെ കുറിച്ച് കർത്താവിനൊരു പദ്ധതി ഉണ്ട്. അത് നാശത്തിന്റെ പദ്ധതിയല്ല, അത് ക്ഷേമത്തിന്റെ പദ്ധതിയാണ്. പക്ഷെ എന്റെ മകനെ, മകളെ, എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. നീ എന്നെ ആർ എന്ന് പറയും. നീ എന്നെ ആർ എന്ന് പറയും. ഇത് വാഗൊണ്ട് പറയുന്നത് കർത്താവിന് തൃപ്തിയില്ല സഹോദരങ്ങളെ. നമ്മൾ പലപ്പോഴും വാഗൊണ്ട് അഭ്യാസം നടത്തിയിട്ട് എന്ത് ചെയ്യും? ഭയങ്കര അതൊരഭ്യാസമല്ലേ? അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറയും? കരുണമയനെ, കാന്ത, ദയാ താല്പര്യം. മോശ പാടിയ പാട്ടും കൂടെ പാടും. ഇതെല്ലാം പാടി ദൈവത്തെ എന്ത് ചെയ്യാണ് നമ്മള്? അങ്ങ് പുകഴ്ത്തി, മനുഷ്യരെ പുകഴ്ത്തുന്നത് പോലെ. ഉള്ള കേട്ടോ, നല്ല സാരിയാ, ഇന്ന് നല്ല ഭംഗിയുണ്ട്. ഇത് ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, അവൻ 8 അടി പൊട്ടി വീണു. ഇന്ന് കാണാൻ കൊള്ളാം കേട്ടോ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞുകൊണ്ട് അവൻ പിടിക്കത്തില്ല. പക്ഷേ വേറെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും പറഞ്ഞാലോ? അല്ലെങ്കിൽ എനിക്കറിയാൻ കൊള്ളാം. ആമേൻ. ഈ പരിപാടിയിലൊന്നും ആരും വീഴത്തില്ല. മനസ്സിലായോ? നമ്മൾ യേശുവിനെ ഇനി കർത്താവിന് ഒരു 18ാമത്തെ അടവുണ്ട്. എന്താണെന്നറിയോ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വായി. മോറത്ത് പുൻകച്ചണിഞ്ഞത്, വെള്ളോട് സദൃശ്യമായ കാലുള്ളവൻ, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, ഇരുവായുത്തുള്ള വാൾ നാവുള്ളവൻ. ഇനി എന്താ ഉള്ള? പെരുവെള്ളത്തിന്റെ, അത് അത്രയൊന്നും പറയാറില്ല. പെരുവെള്ളത്തിന്റെ എന്തോ കേൾക്കും. അപ്പൊ നമ്മൾ വേറെ പിടിക്കും. അവൻ സൗമ്യൻ, ശാന്തമായി സംസാരിക്കുന്നവൻ, കരുണയുള്ളവൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് 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 പറ്റിക്കുന്നവരെ ആ പരിപാടി. ഹൃദയത്തിനകത്ത് വല്ലതും ഉണ്ടോ? ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? മറുപടി ഉണ്ട്. ഈ ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് നടക്കാൻ സഭയെ പ്രബോധിപ്പിക്കും. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് നടക്കണം. 1. 2, എന്റെ ആലയം ഞാനൊന്ന് ശുദ്ധീകരിക്കണം. ഇതൊരു വ്യത്യസ്ത രീതിയിലാണ് ഈ ശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നത്. കാരണം വരുമെന്നല്ല, വന്നു. നമ്മളാണെങ്കിൽ വരുന്നില്ലേ? അങ്ങനെയല്ല. കാന്ത താമസം എന്താ? വരാൻ. ആത്മാവേ വരണമേ, ഇറങ്ങി വരണമേ, ഒന്ന് തുടരണമേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പാട്ടുകളുടെ അതിനകത്തൊരു വ്യർത്ഥതയുണ്ട്, നല്ല വാക്കുണ്ട്. അതൊന്നും തള്ളാനും വയ്യ, കൊള്ളാനും വയ്യാത്ത പോലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ പാടും, വരണമേ, മല പോലെ ഇറങ്ങണമേ, അല്ല ഇത് തീ പോലെ ഇറങ്ങണമേ, മഴ പോലെ പെയ്യണമേ. ഇനി മറ്റൊരു പാട്ടാണ് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ചതുപോലെ ഇനി ഒരു പിന്മഴ ഉണ്ടെന്ന് അങ്ങനെ ആരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നു. ഈ ബൈബിളിൽ എവിടെയെങ്കിലും പിന്മഴ വരുമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി കാത്ത് ജീവിതം കളയുന്ന എത്ര പേരുണ്ടെന്ന് അറിയാം. അപ്പൊ ഈ വന്ന ഏത് മഴയാ? ഈ വന്ന പരിശുദ്ധാത്മാവ് ഏതാ? അതെ, ഞാൻ പറഞ്ഞ പിന്മഴയെ കുറിച്ചിട്ടാണ്. ഇനി ഒന്ന് വരാനുണ്ട്, ശക്തിയുള്ളൊരു ഉണർവ് വരാനുണ്ടെന്നൊക്കെ പറഞ്ഞ്
കുറെ പ്രവചനം അങ്ങനെ നടക്കും. ബൈബിളിൽ ഇനിയൊരു ഉണർവ് വരുന്നുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവ് പറയുന്നത് ഉള്ളതുപോലും പോകുമെന്ന് എഴുതിയിരിക്കണം. അന്ത്യകാലം ആകുമ്പോ 50,000 1,00,000 പേരൊക്കെ കൂടുന്നതാണ് ഉണർവ്. ഞാൻ എന്നാണ് പറഞ്ഞില്ല, 8 ലക്ഷം പേര്, ഇവിടെ അടുത്തൊരു സഭയിൽ 4 ലക്ഷം പേര്. ബിരുദപാണ്ടി വക 5 കിലോ അരി ഫ്രീ, വാസ്തവ ബിരുദപാണ്ടി ഇതൊക്കെ വെച്ചിട്ടാ കൊടുക്കണേ. അത് കൂടും, ആള് കൂടും. ഞാൻ വരുമ്പോ വിശ്വാസം കണ്ടെത്തുമോ എന്നാ കർത്താവ് ചോദിച്ചേ. നമ്മൾ ഉണരണം. ഉണരേണ്ടത് അകത്തുടിക്കുന്ന ആത്മാവുമായിട്ട് ബന്ധമുള്ളവൻ ഉണരും. നിന്റെ മരിച്ച അവസ്ഥകളിൽ നിന്ന് മാറും. ചതഞ്ഞു പോകുന്നത് മാറണം. അങ്ങനെയല്ല ദൈവത്തിന്റെ പ്രവൃത്തി. എന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞാൻ ചേഞ്ച് ആക്കണം. ഈ മേശ ഇങ്ങനെ ഇട്ടുന്ന എല്ലാവർക്കും കണ്ണൂടെ അതിനാക്കി എന്താ കുഴപ്പം? പോലീസ് പിടിച്ചോ? ഇവിടെ ഇതിന് പൊടി തട്ടിക്കളഞ്ഞാൽ വൃത്തി വരുമെങ്കിൽ ഞാൻ ചെയ്തൂടെ? തട്ടുകല, കാരണം ഈ പൊടി എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെ തട്ടുമെന്നറിയോ? പറ്റിക്കലുണ്ടോ? ഇഷ്ടമില്ലാത്ത പൊടിയാണെങ്കിലോ നന്നായിട്ട് തട്ടിക്കളെ. ചെറിയ ചെറിയ തിരുത്തലുകൾ വലിയ അനുഗ്രഹത്തെ കൊണ്ടുവരുമെങ്കിൽ, നിങ്ങളുടെ അടുക്കൽ വരുന്ന ഉപദേശങ്ങളെ നിങ്ങൾ കൈക്കൊള്ളുന്നുവെങ്കിൽ, ഹിസ്കിയാവ് വിശ്വസിക്കുമെങ്കിൽ വേണമെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് കേൾപ്പിച്ച വചനങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശു ആരാണെന്ന് അറിഞ്ഞിട്ട് ഈ കർത്താവ് വസിക്കുന്ന ഇടം ഒരുക്കി കൊടുക്കണം. അവിടെ നമ്മളുടെ ഒരു മണ്ടത്തനം എന്തെന്നറിയാമോ? കർത്താവിനെ പണിയുകയാകുന്നു. കർത്താവിനെ എല്ലാവരും പറഞ്ഞേ, കർത്താവിനെ ഇതിലാണ് നമ്മൾ ആശ്വാസം കൊള്ളുന്നത്. ശരിയല്ലേ? തീയിൽ കൊണ്ട് കൈവച്ചു, കർത്താവിനെ പണിയുന്നതാകുന്നു. അപ്പൊ RSV പാടി വെച്ചു, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ഇതാണ് നമ്മൾ പിടിച്ച് രക്ഷപ്പെടുന്നത്. എന്നാൽ ദോഷങ്ങളാൽ യഹോവ പരീക്ഷിക്കുന്നില്ല എന്നുള്ള വചനം എന്താ കയറി വരാൻ? ദോഷങ്ങളാൽ അവൻ എന്നെ പരീക്ഷിക്കുന്നില്ല. ദോഷം. അപ്പൊ ഈ RSV അത് എഴുതിയ മനുഷ്യൻ നന്നായിട്ട ദൈവക്കളെ വചനമായി ഹല്ലേലൂയ. എന്റെ ഹൃദയത്തിനകത്ത് ചില ചേഞ്ചസുകൾ ഞാൻ വരുത്തിയില്ലായിരിക്കും. ഞാൻ ചതഞ്ഞ് സാക്ഷ്യം നഷ്ടപ്പെട്ടവരെ പോലെ ഇരിക്കേണ്ടുന്ന സ്ഥാനത്ത് ഇത് സഭയോട് പറയുന്നു, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്, യേശുനാഥൻ ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, ആരാധനയുണ്ട്. ഇതൊക്കെ പാട്ടെന്ന് പറയും. ഞാൻ മറ്റൊരു കുറ്റപ്പെടുത്തുകയല്ലോ, ഭാഗ്യത്തിന് അങ്ങനെ ബന്ധമില്ലാത്ത ഉള്ളവരാരില്ലായിരുന്നു. ഇതൊക്കെ ഓരോ കണ്ണിൽ കൂടുന്ന എഴുത്തുകളാണ്. എന്നാൽ ശ്രദ്ധിച്ചോ, ആത്മാവുള്ളിടത്ത് ആത്മപ്രവാഹമുണ്ട്, ആരാധനയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സൗഖ്യമുണ്ട്. അതാ യേശു പറയുന്നത്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതും അത് കഴിഞ്ഞിട്ട് സന്തോഷത്തിന്റെ സൗഖ്യമായപ്പം പിന്നെ സ്തോത്ര കാഴ്ച കൊണ്ടുവരുന്നു, പിന്നെ എനിക്ക് വരാൻ പറ്റാത്തതിന് മാപ്പപേക്ഷിക്കുന്നു. ഇതൊക്കെ പറയണമെങ്കിൽ സന്തോഷത്തിൽ നിന്നല്ലേ അത് വരുന്നത്. അപ്പൊ എന്റെ ദൈവം സന്തോഷത്തിന്റെ ദൈവമല്ലേ? അമ്മയാണ് സൗഖ്യമാക്കുന്നവനല്ലേ? വിടുവിപ്പാൻ കഴിവുള്ളവനല്ലേ? കെൽപ്പുള്ളവനല്ലേ എന്റെ ദൈവം? ആമേൻ. ഇനി വായിച്ചട്ടെ 10-ാം വാക്യം, 10 മുതൽ താഴോട്ട് വായിച്ച. 13 മുതൽ താഴോട്ട് വായിക്കും. കണ്ടോ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മളും യേശുവിനെ ആരെന്ന് ചോദിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാ പറയണം. ഇനി പറഞ്ഞില്ലെങ്കിലും നമ്മളുടെ മനോഭാവം ഇതല്ലേ? അല്ലേ? ഇത്രയും മനോഭാവം പോലും ഇല്ല. ഏലിയാവെന്ന് പറഞ്ഞെങ്കിൽ ഒരു പ്രവാചകനായിട്ടെങ്കിലും അംഗീകരിക്കത്തില്ല, ഇല്ലയോ?
യിരെമ്യാവാണെങ്കിൽ ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കത്തില്ലേ? വേറെ ആരെന്താ പറഞ്ഞേ? യോഹന്നാൻ. സ്നാപയോഹന്നാൻ വന്നിട്ട് വെട്ടുകിളി, പിന്നെ ഡയറക്റ്റായിട്ട് ഒരു മടി കൂടാതാണ് പറഞ്ഞത്. സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. നമ്മൾ എങ്ങനെയെങ്കിലും കരുതുന്നുണ്ടോ? ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? യേശു വരികയല്ല, വന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. പരിശുദ്ധാത്മാവിന് യോഗ്യത മാമണ്ണം നടത്തി. പരിശുദ്ധാത്മാവിന് യോഗ്യതയായി ഒരുക്കി കൊടുക്കുവിൻ. നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു അതിഥി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ അലങ്കോലമായി കിടന്നു, അപ്പോഴാണ് നമ്മൾ വില കൊടുക്കുന്ന ഒരു അതിഥി വന്നു. നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും ചെയ്യുന്ന സഹോദരി? എല്ലാം റീഅറേഞ്ച് ചെയ്യില്ലേ? ഒരു 10 ചെയ്യും ഇങ്ങനെ ആക്കിയപ്പോ ചെയ്യില്ല. ഒരു 10 മിനിറ്റ് എനിക്ക് പിന്നെ ഫ്രണ്ട് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്തത്. അല്ല ഞാൻ കൂടെ വരാം. വേണ്ട, അകത്ത് കയറാം, കൊള്ളു കയറാം, ഞാൻ വൃത്തിയായിക്കോളാം, ഇവിടെ ഇരുന്നാൽ മതി. അന്ന് ആകെ നാറ്റോ. അതിലൂടെ കഴിയുമ്പോൾ അകത്ത് തട്ടും മുട്ടലും ഒക്കെ ഇതേവരെ ക്ലീൻ ചെയ്യാത്ത ബെഡ്റൂം ക്ലീൻ ചെയ്യുന്നു, കക്കൂസ് ക്ലീൻ ചെയ്യുന്നു. അവിടെ കയറാൻ പാടില്ലായിരുന്നു. പക്ഷെ ഒരാൾ ലോഷൻ കൊണ്ട് ഓടുന്നു, ഒരാൾ അത് കൊണ്ട് ഓടുന്നു, ഇത് കൊണ്ട് ഓടുന്നു. ഒരു മനുഷ്യനെ അകത്ത് പെട്ടെന്ന് അടുക്കള കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? രാവിലെ കാപ്പി കുടിച്ചു ചോദിക്കുക. കാപ്പി കുടിച്ചൊന്നുമില്ല. കാപ്പിന് പടിയാകണം. ദോശം അവനാണ് 3 ദോശ കൊടുക്കാം കാണും. നേരെ മറിച്ച് ഇഷ്ടമല്ലാത്ത ഒരാൾ വന്നാരാ? ഇത് പാർക്കാൻ വന്നവൻ, കൂടെ വസിപ്പാൻ വന്നവൻ, ഇന്ന് പാർത്ത് പോകുന്നവനല്ല, എന്നേക്കും എന്നിൽ സ്ഥിരമായിരിക്കുന്നവൻ, എന്നെ അവിടെ എത്തിക്കുവോളം കൊണ്ടുപോകുവാൻ ആത്മാവിനെ അയച്ച് മുദ്രയിട്ടവൻ. ആ നാമം മാത്രമല്ല, ആത്മാവിന്റെ മേലിരിക്കുന്നു. വരുന്നത് ഭയങ്കര ഹുങ്കാരത്തോടെ, ഭയങ്കര ശബ്ദത്തോടെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ആ സമയത്ത് കർത്താവിലേക്ക് നമ്മളെന്ത് ചെയ്യും? ഈ നാവുണ്ട് നിർത്തും. എല്ലാരും നിർത്തി, നമ്മൾ നിർത്തും. ഞാൻ അങ്ങനെയായിരുന്നു. നിർത്താൻ പറഞ്ഞ അവരോട് ദേഷ്യം. ഇടം കണ്ടിട്ട് നോക്കിയിട്ട് അപ്പൊ കർത്താവ് വീട്ടിൽ വന്ന എന്ത് ചെയ്യുമുണ്ട്? അല്ല സോറി, നിന്റെ വീട്ടില് അതിഥി വന്നിരിക്കുന്നു കർത്താവ്. നീ എന്ത് ചെയ്യും? സ്വീകരിക്കാൻ കൊണ്ട് ഇറങ്ങണം. ആരാടിയത്? ശബ്ദം കേൾക്കില്ല. ആരാന്നറിഞ്ഞിട്ടാണോ? മറ്റേ പുള്ളി വരില്ലേ? അപ്പൻ അണ്ണൻ വരില്ലേ? ഞങ്ങൾ നോക്കട്ടെ ആരാ. ഇവർക്ക് 3 പേർക്ക് മനസ്സിലായി. അകത്ത് പോയി ഭയങ്കര പ്രാർത്ഥന. ആത്മാവ് വന്നു. ഹല്ലേലൂയ. അവൻ എന്റെ അകത്ത് രാജ്യത്വമായി പ്രവേശിച്ചു. ചിലർ പറയുന്നു ഇറങ്ങി പോകുന്നത് അറിയില്ലെന്ന്. ആര് പറഞ്ഞ് ഇറങ്ങി പോണത് അറിയില്ലെന്ന്? കാറ്റ് പോകുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ പോക്ക്. അവൻ മുന്നറിയിപ്പ് തരും. യെഹെസ്കേൽ ഇങ്ങനെ ആലയത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കും. കിഴക്കേ വാതിൽ കൂടി അകത്ത് കയറുന്ന യഹോവയുടെ മഹത്വത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കും. ആലയത്തിന്റെ അകത്ത് കിഴക്കേ വാതിൽ കൂടി കയറുന്ന ദൈവ മഹത്വത്തെ കുറിച്ച് വായിച്ചാട്ടെ. വേഗം സമയം വായിച്ചാട്ടെ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു. ഈ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ഇല്ലോ? ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു, ഈ യേശു നിങ്ങളുടെ ആരാ? ഒന്ന് സഹോദരൻ വിളിച്ചാട്ടെ. ഈ യേശു നിങ്ങളുടെ ആരാണ്? വായിച്ചു. ശിമോൻ പത്രോസ്, നീ
ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. കേട്ടോ, അവിടെ ഒരു വാക്ക് കിടക്കുകയാണ്. ഈ യേശു ജീവനുള്ള ദൈവത്തിന്റെ, എന്തിനാ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ പോലെ? എന്തുകൊണ്ടാ ശിമോൻ അങ്ങനെ പറഞ്ഞു? ശിമോനല്ലേ ഉപയോഗിച്ചത്? വേറെ 11 പേര് അവിടെ ഇരിപ്പില്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെ. എന്തുകൊണ്ട് ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞെന്നറിയാം? എന്താ ചേട്ടാ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞത്? ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞു. എന്താ ജീവനുള്ള? ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളാ ഉത്തരം. ജീവനില്ലാത്ത ആയിരക്കണക്കിന് ദൈവം, ജീവനെ കൊടുക്കാൻ പറ്റാത്ത 100 കണക്കിന് ദൈവസങ്കല്പങ്ങൾ ഉള്ളപ്പോ എന്റെ യേശുവേ, ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഒരു പിതാവുണ്ടെന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സ്വർഗമുണ്ടെന്ന് കാണിച്ചു തന്നു. അവൻ തൊടുന്ന ദൈവം, സ്പർശിക്കുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം, ജീവനെ കൊടുക്കുന്ന ദൈവം, മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന ദൈവം, രോഗിയെ സൗഖ്യമാക്കുന്ന ദൈവം, മുണ്ടന്തനെ നടത്തിപ്പിക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ജീവനുള്ള ഒരു ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്നതാണ് യേശുവേ നീ ചെയ്ത പ്രവൃത്തി എന്ന് വിളിച്ചു പറയുക. അതുകൊണ്ടാ പറഞ്ഞേ, യേശു നിന്റെ ആരെന്ന് ഒരാൾ ചോദിച്ചാൽ എന്ത് പറയും? ആരൊക്കെ ചോദിക്കുന്ന അവിടെ ഇരിക്കട്ടെ. പിശാച് ചോദിക്കും എന്നോട്, യേശു നിന്റെ ആരാ? പിശാച് ചോദിക്കും, യേശു നിന്റെ ആരാ? എന്നോട് ചോദിക്കും, യേശു നിന്റെ ആരാ? ഒന്നും കഴിയാതെ കൈയും കാലും കെട്ടിയിട്ട് നിന്നെ സഹായിക്കാൻ കഴിയാത്ത വെറും ഒരു അടിമയെ പോലെ ഇരിക്കുന്ന നാമമാണോ? ഇങ്ങനെയല്ലോ പലപ്പോഴും നമ്മൾ പറയുന്നേ. പിന്നെ കൂട്ടത്തിന് നേരത്തെ പറഞ്ഞ് പാട്ടും പാടി അങ്ങ് ഇരിക്കുമല്ലോ നമ്മൾ. പരീക്ഷ ദൈവം അനുവദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട്, എന്നെ മറ്റൊന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ എൻ്റെ കർത്താവിന് വസിപ്പാൻ പാകത്തിന് ഒരുക്കങ്ങൾ നടത്തുന്നില്ല? എന്തുകൊണ്ട് പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് അട്ട പോലെ കടിച്ചു തൂങ്ങുന്ന പാരമ്പര്യത്തിന്റെ കണ്ണികളിൽ നിന്ന് ഞാൻ പുറത്തു വരുന്നില്ല? എന്തുകൊണ്ട് പലപ്പോഴും ഞാൻ ദൈവമായി തന്നെ, ഞാൻ തന്നെ സ്വയം ദൈവമായി എഴുന്നേൽക്കുന്നത്? എവിടെയാണ് നിന്റെ കർത്തൃത്വം? തീരുമാനങ്ങൾ എടുക്കുന്നത് നീ ഒറ്റയ്ക്കല്ലയോ? ഗൾഫിൽ പോകാൻ വേണ്ടി മാത്രമാണോ ആലോചന ചോദിക്കുന്നത്? പുതിയ കോഴ്സിന് ചേരുമ്പോൾ മാത്രമാണോ ആലോചന ചോദിക്കുന്നത്? പരീക്ഷ വരുമ്പോൾ മാത്രമാണോ ജയിക്കോ ഇല്ലയോ വാസ്തവന്നോ എന്ന് പറഞ്ഞാണ് ഈയിടയ്ക്ക് ആരോ ഒരു ആലോചന പറഞ്ഞു കേട്ടു. ബാക്കിംഗ് മെറ്റീരിയൽ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് ആലോചന ചോദിച്ച് പറഞ്ഞു കൊടുക്കാൻ. ഒരു ജോലി വന്നിട്ടുണ്ട്, ബാക്കിംഗ് ആണ് ജോലി. അത് എവിടെ നിന്ന് കിട്ടി? യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം പറഞ്ഞു, ഇത് കൊള്ളാമോ ഇല്ലയോ? പടത്തിയുടെ ആത്മാവ് കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മൾ പലരുടെയും ഹൈവേ ഏതൊരു വരുമോ ഇല്ലയോ എന്ന്. ഞാൻ ആരംഭത്തിൽ എൻ്റെ നമ്മുടെ ചേട്ടൻ ചോദിച്ചതാണ്, ഹൈവേ ഏതൊരു വരുമോ ഇല്ലയോ എന്ന് പ്രാർത്ഥിച്ചെന്ന് പറയണം. ഹൈവേ ഇപ്പൊ പോയ ഹൈവേ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വരും നടന്നുകൊണ്ട് പോയപ്പോ അത് ഉറപ്പിക്കണം. അതിൻ്റെ അടുത്ത് വസ്തു കിടപ്പുണ്ട്. ഇത് വില കിട്ടുമല്ലോ എന്ന് അറിയണം. ഇപ്പൊ വിൽക്കണോ പിന്നെ വിൽക്കണോ? ഇതിനു വേണ്ടിയിട്ടാണ്. ഒരു പാർട്ടി വന്നിട്ടുണ്ട്, വസ്തു വിൽക്കൂല്ലോ നോക്കണം. തെളിഞ്ഞില്ല. പാളത്താറ് വെക്കി 4 അടി കൊടുക്കേണ്ട അത് ടീമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പള്ളിയിൽ വരാൻ വയ്യ, ദൈവത്തിന്റെ വചനം കേൾക്കാൻ വരാൻ വയ്യ, പക്ഷെ ആലോചന കേൾക്കാൻ വരും. ഫ്ലൈറ്റ് താമസിക്കില്ലെന്ന് പാസ്റ്റർ എന്ന് പറയുന്നു. 10 മണിക്ക് പോകേണ്ടത് പോവില്ല എന്നൊരു സൂചനയുണ്ട്. സൂചനയുള്ള കേട്ടോ, ഭയങ്കര പ്രാർത്ഥന. ഇപ്പൊ ആലോചന കേൾക്കണം. ചില ആലോചന പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ആൾക്ക് കഴിയുമ്പോൾ ഒരു 500 രൂപ കിട്ടിട്ട് വരും. ആലോചന പറഞ്ഞു കൊടുത്താൽ ഫ്ലൈറ്റ് വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. സഹോദരി പ്രാർത്ഥിച്ചോളൂ, ഇത്രയും മതി അവർക്ക്. മാസ്റ്റർ പ്രവചിച്ചു, പ്രവചനം കറക്റ്റായിരുന്നു. ലേശം വൈകി പറഞ്ഞല്ലോ, വൈകിയില്ല പറഞ്ഞല്ലോ, കറക്റ്റ് അച്ചട്ടായിരുന്നു. ഇങ്ങനെ വിശ്വസിക്കാനും ഇഷ്ടം ചിലർക്ക്. ഞാൻ തമാശ പറഞ്ഞല്ലോ. ആമേ,
ചിലർ പറയുന്നുണ്ട് ലൈവ് ചില ദിവസങ്ങൾ ഇന്ന് ചിലത് തുറക്കുകയാണ്, നിന്റെ ഭവനത്തിനകത്ത് ചില അടയാളങ്ങൾ സംഭവിക്കുകയാണ്, തുറന്നു വരികയാണ്. പിന്നെ ആത്മാവിന്റെ ഒരു ഭാഷയും ഒക്കെ ആത്മാവിൽ കാണുകയാണ്. എന്റെ യേശു കാണാത്തതും അപ്പോസ്തലന്മാര് കാണാത്തതും കാണുന്നതും ഒക്കെ വേറെയാണ്. ആമേൻ. വചനം കാണാൻ കഴിവില്ലാത്തവനെ അവൻ മാറ്റി നിർത്തും. ഞാൻ ഒരാളെ കാണിച്ചു തരാം, ക്രൂശിക്കപ്പെട്ട കർത്തു, ആണെങ്കിൽ വാ. ഹല്ലേലൂയ, ആമേൻ. ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു തേങ്ങ ഇവിടെ വീണുന്നു. രാവിലെ നിന്നപ്പോ പാസ്റ്ററെ ഇതുവരെ വീഴാത്ത തേങ്ങ കറക്റ്റ് ഇവിടെ തന്നെ വീണം. അപ്പൊ ഞാൻ ഉടനെ പ്രാർത്ഥിച്ച് മറുപടി കൊടുക്കണം. വേറൊരാൾ പ്രാർത്ഥിക്കാൻ വന്നേക്കുവാണ്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്, അവരെന്നെ ബ്രദറെ എന്നാ വിളിക്കുന്നത്. മോനും അമ്മയും കൂടെ വന്നേക്കുക. ബ്രദർ പ്രാർത്ഥിച്ച് മറുപടി പറയണം. നമ്മൾ ഞെട്ടിയെ എന്തെങ്കിലും പറയാൻ പറ്റും. ഞാനതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. കണ്ണതിന് അങ്ങനെ അങ്ങ് പറഞ്ഞു. ഓ കറക്റ്റായിരുന്നു കേട്ടോ, അച്ചട്ടായിരുന്നു. അതുകൊണ്ട് എന്താ കൂടെ അപ്പൊ ഈ തേങ്ങ വീണതിന് വേണ്ടി എന്താണ് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നി. ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ച് പറയും പാസ്റ്ററെ. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ വിടേണ്ട പാരമ്പര്യമൊന്നും വിട്ടില്ല എന്ന്. മറിയ തന്നെ തേങ്ങ എടുത്തിട്ട് അങ്ങനെയല്ലത്. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. കാലങ്ങൾ കാത്തിടണോ കാന്ത നിന്നാഗമനം, കഷ്ടത തീർന്നിടുവാൻ കാലങ്ങളേറെയില്ല. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. എത്ര വിശ്വസിക്കും? ഇത്തിരി സോഫ്റ്റ് പാട്ടായതുകൊണ്ട് വിശ്വസിക്കും. ഹല്ലേലൂയ. നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നമ്മള് എന്തുകൊണ്ട് ഇതൊക്കെ സ്വീകരിക്കണം എന്നറിയോ? നമ്മൾ അത്രയും ലോല ഹൃദയന്മാരാണ്. നമ്മുടെ ഹൃദയമൊക്കെ ഭയങ്കര തരളിതമാണ്. അതിന് താഴ്ന്ന വാക്കുകളുണ്ട് മലയാളത്തിൽ കുറച്ചുകൂടി സാഹിത്യ ആർദ്ര ഹൃദയങ്ങൾ, ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് കണ്ണീർ വീഴുന്ന ഹൃദയങ്ങൾ. അതുകൊണ്ട് എപ്പോഴും ആശ്വാസത്തിന്റെ പാട്ടുകളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലും വലിയ ആർദ്രവനാണ് എന്റെ കർത്താവ്, ഇതിലും വലിയ ലാളിത്യമുള്ളവനാണ് എന്റെ കർത്താവ്. അവൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് സ്നേഹം തന്നെ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചാട്ടെ, അടുത്ത വാക്യം വായിച്ചാട്ടെ. കണ്ടോ, ജീവനുള്ള ദൈവത്തിന് ഇനി അർത്ഥം മനസ്സിലായോ? ജീവനുള്ള ദൈവം എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല? എന്തുകൊണ്ട് ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞേ? എന്താ പറഞ്ഞ ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞു? അയ്യോ, ജീവനുള്ളവരായിരുന്നു. ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് കാണിച്ചു തന്നതുകൊണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം. ബറിയോനാ ശീമോനെ നീ ഭാഗ്യവാൻ. കണ്ടോ, ഒരു സഹോദരനോ സഹോദരിക്കോ ഇത് വെളിപ്പെടുത്തി തരുവാൻ പറ്റത്തില്ല. ഇത് ആര് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നേ? സ്വർഗസ്ഥനായ നിന്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നേ. പിതാവാണ് വെളിപ്പെടുത്തി തന്നുവെങ്കിൽ നീ പുത്രനായി മാറി. പുത്രന്റെ മഹത്വം നിന്റെ പേർ വെളിപ്പെടും. പുത്രനെ പോലെ എത്രയും നിന്നെ സ്നേഹിക്കുന്നത് ആരെ പോലെ? യേശുവിനെ പോലെ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് പോലെ എന്നെയും നിന്നെയും സ്നേഹിക്കുകയാകുന്നു. എന്നിട്ട് ഞാൻ പ്രതികൂലങ്ങളുടെ മധ്യേ സങ്കടപ്പെട്ട് ഉഴന്ന് നടക്കുമ്പോ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോ ജോഷു വന്ന് അടുത്ത് പറയാണ്, അപ്പൊ എനിക്ക് ഒരു ഏറ്റുപിടിച്ചത്. അച്ചു അതിൻ്റെ അടുത്ത് പറയാണ്, അപ്പൊ എനിക്കൊരു
പിന്നെ ഒരു പെൻസിൽ എനിക്ക് വാങ്ങിച്ചു തരാം. പിന്നെ പൈസ ഇല്ല, അവിടെ അലർട്ടായത്. അപ്പൊ അവിടെ ഇത് പറയുമ്പോ എന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഞാൻ എന്റെ ഹൃദയത്തിൽ എന്തായി, പെൻസിൽ വാങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറായി. ചിലപ്പോ വൈകുന്നേരം ആകാം, നാളെ ആകും വാങ്ങിക്കൊടുക്കുന്നത്. പക്ഷെ ഡിസിഷൻ എപ്പോഴും എടുത്തു കഴിഞ്ഞു. അവൾ ചോദിച്ചപ്പോ തന്നെ എടുത്തു കഴിഞ്ഞു. കാരണം എന്താ? വളരെ. അപ്പൊ ഞാൻ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ്? മകളായത് കൊണ്ടാണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ കണ്ടോ, നിങ്ങളാ ബറിയോനെ ശീമോനെ നിനക്കിത് വെളിപ്പെടുത്തി തന്ന ആരാ? പിതാവല്ലേ? നീ എന്റെ പുത്രനല്ലേ? എങ്കിൽ വെളിപ്പെടുത്തി തരും. അപ്പൊ പെൻസിലിന് 500 രൂപയാണെങ്കിൽ ഞാൻ എന്ത് പറയും? ഇല്ല, വരട്ടെ, വാങ്ങിച്ചു തരാം. വേണോ? നിനക്ക് ആവശ്യമാണെന്ന് മനസ്സിലാവും. അതിന്റെ കൂടെ ഞാൻ പറയും ഇന്നലെ വാങ്ങിച്ചത് എവിടെയെന്ന് ചോദിക്കും. കാരണം അത് പിന്നെ അത് ആവാൻ എടുത്തോണ്ട് ചെയ്യുന്നു. അപ്പോ എന്നാലും വാങ്ങി കൊടുക്കാൻ തയ്യാറാവില്ലേ? സ്വർഗത്തിലെ എന്റെ ദൈവത്തിന് ശൂന്യതയുണ്ടോ? ഇല്ല. ഇല്ലായ്മയുണ്ടോ? എന്നെ സഹായിക്കാൻ പറ്റില്ല. നീ അന്ധമായിട്ട് ഈ നാമത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ ഉറവകളെ നിനക്ക് തുറന്നു കാണിച്ചു തരാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹാഗാർ എന്ന ദാസി പെണ്ണിന്റെ മേൽ അബ്രഹാമിന്റെ വാഗ്ദത്തം തൊട്ടപ്പോൾ മരുഭൂമിയിൽ ആ ബാലൻ മരിക്കാൻ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടിയുള്ള നിലവിളി സ്വർഗത്തിലെത്തിയിട്ട് അബ്രഹാമിന്റെ മേൽ വീണ വാഗ്ദത്തത്തിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ആ മരുഭൂമിയിൽ ഒരു ഉറവ ഹാഗറിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കാൻ സന്മനസ് കാണിച്ച ദൈവം മക്കളായ ഞങ്ങളുടെ മേൽ, നമ്മുടെ മേൽ എത്ര വലുതായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. വലിയ ആവശ്യങ്ങളെന്നാൽ നമുക്കറിയാം, ശരിയാ. ചിലർക്ക് 1000 രൂപയായിരിക്കും വലിയ ആവശ്യം, 100 രൂപയായിരിക്കും വലിയ ആവശ്യം. ചിലർ പറയാണ്ട് സമാധാനം ഇല്ല. ഇച്ചിരി സമാധാനം കിട്ടിയാൽ മതി. പ്രാർത്ഥിച്ചപ്പോൾ സമാധാനം കിട്ടിയപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു ആശ്വാസം. ഹല്ലേലൂയ. ചിലർ ഈ പറഞ്ഞല്ലോ അവൻ സൗഖ്യമായി, അവൻ രോഗിയെ കിടന്ന് ആരും നോക്കുമായിരുന്നു, അവന്റെ വീട്ടിൽ പോയി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ശുശ്രൂഷക്കാരെ വയ്ക്കാൻ പറ്റും, അവരടിച്ചിറക്കും നമ്മളെ. ഇനി അവന് ഭക്ഷണം കൊടുക്കുമോ? ഇപ്പൊ അവര് വീട്ടിലായിരിക്കുമോ? കാരണം അതിൽ കുത്താന്ന് വിചാരിച്ചതാ, പക്ഷെ അത് സൗഖ്യമായി. അവരും ആരാധിക്കുന്നവരാ. ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ നേരെ ആരാധിക്കാം. ആരെ ഒരുക്കി കൊടുക്കും. ഗസ്റ്റിനി വരുമെന്നല്ല, പ്രാണപ്രിയ വരുമോ, എന്ന് വരും, കാന്താ നീ എന്ന് വരുമെന്നല്ല, വന്ന് ഇരിപ്പുണ്ട്, വീട് വൃത്തിയാക്കി ഒരു മുറി കൊടുക്കും. ഏറ്റവും നല്ലതിനെ കൊടുക്കാൻ മനസ്സുണ്ടോ? കൊടുക്കാൻ മനസ്സുണ്ടോ? ഉണ്ടോ? അത്യാവശ്യം ഫലം കായ്ക്കുന്നത് കാണാം. ബാക്കി വായിക്കും. സഹോദരി വായിച്ചാൽ എല്ലാം എനിക്ക് അറിയാവുന്നോടെ നീ ഭാഗ്യവാൻ. കേട്ടോ, സ്വർഗസ്ഥനായ. അപ്പൊ ഒരു വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആരാ? ഹല്ലേലൂയ. ഒരു വചനം എനിക്ക് പറഞ്ഞു തരുന്ന ആരാ? നിങ്ങൾ കാണുമ്പോ ഈ ഒരു മനുഷ്യനെ, ഈ തടിച്ചൊരു മനുഷ്യനെ വെച്ചിട്ട് നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് പോകും. എന്നോട് യുദ്ധം ചെയ്യാൻ എളുപ്പമാണ്. ദൈവത്തോട് ഒരു യുദ്ധവും നടക്കൂല കേട്ടോ. വചനത്തോടുള്ള മറുതലിപ്പ് ദൈവത്തോടാണ്, പിതാവിനോടും പുത്രനോടുമാണ്. ഹല്ലേലൂയ. ഈ പിന്നെ യൂദാസ് കറിയോത്തോട് പോകാൻ ആരെങ്കിലും പറഞ്ഞു? 11 ശിഷ്യന്മാരിൽ ആരെങ്കിലും ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു? യേശു പറഞ്ഞു. അത് താനേ പോയി. ഗുരുദേവ മക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ പോകാതിരിപ്പാൻ പിടിച്ചു കിടക്ക്, ആലയം ഒരുക്കി കൊടുക്കുക. ബാക്കി വായിക്കും. നീ ഭാഗ്യവാൻ. നമ്മളിപ്പോഴും എന്താ പറയണേ?
ഇതിനെപ്പോലെ ഒരു ഭാഗ്യമില്ലാത്ത ഒരു ജന്മം. ഇങ്ങനെ പറയോ ഇല്ലയോ? പറയും. വലിയ കാര്യമൊന്നും വേണ്ട, ചെറിയൊരു കാര്യം പറഞ്ഞേക്ക്. ഒരു കാക്ക വന്ന് മുറ്റത്ത് വന്ന് വീട് വന്നാൽ മതി, മുടിഞ്ഞ് ഇല്ലോളം സമാധാനക്കേട് വന്നാൽ മതി. പിന്നെ എനിക്ക് മാത്രം സമാധാനം. പക്ഷെ ഇവിടെ വചനം എന്താ പറയുന്നത്? നീ ഭാഗ്യവാൻ. ദൈവത്തെ വെളിപ്പെട്ട് കിട്ടിയവൻ ഭാഗ്യവാൻ. നീ പറയൂ, ഞാൻ ഭാഗ്യവാൻ. പ്രതികൂലങ്ങളുടെ മധ്യേ പറയും, ഞാൻ ഭാഗ്യവാൻ. നിന്നാൽ എനിക്ക് കഴിയും. യേശുവേ, നിന്നാൽ എനിക്ക് കഴിയും. ഈ പടക് മുങ്ങിപ്പോകത്തില്ല, ഈ പടക് നശിക്കത്തില്ല, ആത്മഹത്യ ചെയ്യത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഭാഗ്യവാൻ. ഈ കടഭാരം മാറും, രോഗം മാറും, ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ മാറും. ബന്ധന അഴിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്, അഴിയുമെന്നാണ്. അപ്പൊ അതിനനുസരിക്കുമ്പോ താനെ കെട്ടുകൾ അഴിയും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകമുള്ളവർ അതിനനുസരിക്കുമ്പോ കെട്ടുകൾ അഴിയും. ദൈവത്തിന്റെ പുത്രന്മാർ അന്ന് അവനെ ആരാധിച്ചു. അടുത്ത വാക്യം. അപ്പൊ യേശു കർത്താവെന്ന് അച്ചൂടെ ശ്രദ്ധിക്കും, വചനമായി ശ്രദ്ധിക്കും. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഇത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പുത്രനായ കേട്ടോ, നിങ്ങൾ അതിനെ അണ്ടർലൈൻ ചെയ്തോണം. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു എന്ന് പറഞ്ഞു, ക്രിസ്തു എന്ന് പറഞ്ഞു. ആമേൻ. ക്രിസ്തുവിന്റെ അർത്ഥം എന്താ? ക്രിസ്തുവിന്റെ അർത്ഥം അഭിഷിക്തൻ, അയക്കപ്പെട്ടവൻ, പ്രവൃത്തിയെ തികച്ചവൻ. ആമേൻ, ഹല്ലേലൂയ. യേശു എന്ന വാക്കിന്റെ അർത്ഥമാണ് യാഹ്വേ, രക്ഷകൻ, യാഹ്. ആമേൻ. ക്രിസ്തു പ്രവൃത്തിയെ തികച്ചവൻ. തികയ്ക്കുന്നതിന് മുമ്പേ പറയുക, പ്രവൃത്തിയെ തികയ്ക്കാൻ വന്നവൻ. ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഭയപ്പെട്ട് ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിരാശപ്പെട്ട് പടുകൂടി കിടക്കേണ്ട ആവശ്യമുണ്ടോ? വിശ്വാസത്താൽ എഴുന്നേൽക്കുക, അവന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. അവന്റെ നാമത്തിൽ പറയ്, ഈ മന്ദിരം ഇനി അശുദ്ധമല്ല. അടുത്ത കാലത്ത് മൂത്തോക്കിട്ട് പറയേ, നീ നോക്ക്, ഈ മന്ദിരം. കരം കൊടുക്ക്, കരം കൊടുക്കുക. ഈ മന്ദിരം എന്ന് പറയണം. അവരെ കുറ്റം പറയരുത്. അവൻ ഈ മന്ദിരം വിശുദ്ധമല്ലോ. ആമേൻ, ആമേൻ. അടുത്ത ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. നീ പത്രോസാകുന്നു. ഈ പാറമേൽ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ജീവനുള്ള ദൈവം. നീ ഭാഗ്യവാൻ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ വെളിപ്പാടിന്റെ മേലാണ് സഭയെ നീ പണിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഇതകത്ത് വെളിപ്പെട്ടില്ലെങ്കിൽ, യേശു മാത്രം വെളിപ്പെട്ടാൽ സഭ പണിയപ്പെടില്ല. യേശുവിന്റെ നാമം മാത്രം നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നാൽ അനുഗ്രഹവും ആശ്വാസവും കിട്ടും. സഭ പണിയപ്പെടണമെങ്കിൽ എന്റെ മേൽ യേശു പ്രവർത്തിയെ എനിക്ക് വേണ്ടി തികച്ചു ചെയ്തു അഭിഷിക്തനാണെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജാതികൾ യേശു എന്ന് വിളിക്കുമ്പോൾ അവിടെ കരുണ ഒഴുകുന്നേ, സ്നേഹം ഒഴുകും അവിടെ. എന്നാൽ അഭിഷിക്തൻ കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കണമെങ്കിൽ എന്റെ മേൽ പിതാവ് അത് വെളിപ്പെടുത്തി തരണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. നമുക്ക് തോന്നും, ചിലർ പോത്തുകളെ പോലെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും, കർത്താവ് എന്തു പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ലല്ലോ. എന്നാൽ നീ മാറിയിട്ട് പറയൂ, പിതാവേ നീ എനിക്കിത് വെളിപ്പെടുത്തി തന്നല്ലോ. അത്രമേൽ മഹത്വമുണ്ട്. നമുക്ക് വെച്ചിരിക്കുന്ന മഹത്വമുള്ള സമ്മാനവും വലുതാണ്. അടുത്ത വായിച്ചാട്ടെ. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും.
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലതാനും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. ആമേൻ. പിന്നെ നമ്മളെ ഈ കശാപിശായിട്ടൊക്കെ അടിച്ചോണ്ട് പോണെന്താ? ആര് പോയാലും ഒരു ഞോണ്ടിട്ട് പോണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരാതിപ്പെടുന്നതിന്റെ കാര്യം എന്തെന്നറിയാം? നമ്മുടെ സെൽഫ് ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചെറുതല്ല സഹോദരങ്ങളെ. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ആത്മാവ് തന്ന കാര്യത്തെ ഞാൻ പ്രകാശിപ്പിക്കുക ചെയ്തേ. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നില്ല. 1. 2, പണ്ടൊക്കെ കണ്ട് പരിചയപ്പെട്ട 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ വെച്ച് പരിചയപ്പെട്ട ഒരു ബന്ധം മാത്രമേ ആരുമായിട്ടുള്ളൂ? യേശു ക്രിസ്തുവായിട്ടുള്ളൂ. 3, ആത്മാവ്. അത് അന്ന് വന്നു പോയി. അന്ന് 2 അന്യഭാഷ തന്നിട്ട് പോയി. വല്ലപ്പോഴും കൂടെ അതൊന്ന് ഉരച്ച് നോക്കും. ഇവിടെ ഏത് പാട്ട് പാടുമ്പോ മക്കളെന്ത് പാട്ട് ആത്മാവിന്റെ ശബ്ദം ഉയരണം, ആത്മാവിന്റെ ശക്തി ഉണരണം. ഏത് പാട്ടാ പാടിയ? ദേ ലഭിച്ചോർ. ഓക്കെ, നമ്മൾ അന്യഭാഷ ഉണ്ടോന്ന് ഉരച്ച് നോക്കുന്ന സമയം എപ്പോഴാണ്? ഞായറാഴ്ചയൊക്കെ ആകുമ്പോ ഒരു ഉരപ്പുണ്ട്. അപ്പൊ അത് പുറത്തു വരുമ്പോ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? അത് നമ്മുടെ തന്നെ എന്തുണ്ട്? ലിപ്പുണ്ട്. ഹല്ലേലൂയ. വളർച്ചയില്ലാത്ത കൊച്ചിനെ, കുരുട് പിടിച്ചിരിക്കുന്ന കൊച്ചിനെ കണ്ടറിഞ്ഞു. കുരുട് പിടിച്ച കത്തിരിയെ കണ്ടറിഞ്ഞൂടെ? പുതിയ ഭാഷയൊന്നും വെളിപ്പെടാതിരിക്കണമെങ്കിൽ കുരുടാ. അതിന് മഞ്ഞളിപ്പ് രോഗം ബാധിച്ചു. അതിനെന്തോന്നു? മുഞ്ഞ, ഇലചുരുട്ടിപ്പുഴു, 2020 അടിക്കാൻ പറ്റും. 2 ബാക്കി പിടിച്ചിരിക്കുന്നതൊക്കെ കുരുടാ. വളരുന്നില്ല. വർഷങ്ങൾ വളരുന്നു, ഞാൻ മാത്രം എന്ത് ചെയ്യുന്നില്ല. നമുക്ക് ലോകപ്രകാരമൊക്കെ അറിയാം. അയ്യോ, രോഗം ബാധിച്ചതാണ്. തെങ്ങിന്റെ മണ്ട മറിഞ്ഞു വീണു, മണ്ടരി തേങ്ങ, കുരുട് തേങ്ങ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവൂല്ലേ? നമ്മളിൽ 2 ഭാഷയെ വെളിപ്പെടും. ഹലോ, ഇവിടെ ഉണ്ടല്ലോ. ആമേൻ. ബെറിയോന ശിമോനെ, ഇത് പിതാവാ വെളിപ്പെടുത്തി തന്നത്. നീ ഭാഗ്യം. ഇതൊക്കെ പിതാവാ പറഞ്ഞു തരണേ. അപ്പൊ നിനക്ക് ഭാഗ്യമുണ്ടായി. ഈ ഭാഗ്യം എല്ലാവർക്കും കിട്ടണമെന്ന് എന്താ ആഗ്രഹിക്കാത്ത? ഞാൻ തന്നെ ഒരു വഴിക്ക് വഞ്ചി കൊഴിഞ്ഞു പോവാ. ഇത് തന്നെ അക്കരെ പിടിക്കോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വള്ളത്തിൽ ഓട്ട വീണു, തുള വീണു, എന്നാലും ഞാൻ തുഴച്ചു. എപ്പോഴെന്നെ കൊണ്ടുപോകുന്നു. പിന്നെ നോക്കിയപ്പോ എല്ലായിടത്തും തുളാം. പക്ഷെ ഒരു കാര്യം കേട്ടോ, തുള വന്ന് വെള്ളം കയറുമ്പോഴും നിന്റെ വഞ്ചിയുടെ അമരം മുങ്ങിപ്പോകാതെ മുന്നോട്ട് പോകുന്നത് എന്റെ കർത്താവ് ജീവനുള്ള ദൈവമാകുന്നു. പാതാള ഗോപുരങ്ങൾ തുളയിട്ട് വെള്ളം കയറ്റി നിന്നെ മുക്കുവാൻ ശ്രമിക്കുമ്പോഴും, നാളത്തേടം കാണില്ല എന്ന് വാതു വയ്ക്കുമ്പോഴും, ഇന്ന് തന്നില്ലെങ്കിൽ, ഇന്ന് കണ്ടില്ലെങ്കിൽ എന്ന് വെല്ലുവിളിക്കുമ്പോഴും, നിന്നെ ഭയപ്പെടുത്തുമ്പോഴും ഓർത്തുകൊള്ളണം, ഓട്ട വീണ പടകേ, ആ ഓട്ട നിന്നെ മുക്കിക്കളയുകയില്ല. അമരം മുങ്ങി നീ അടിത്തട്ടിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോകത്തില്ല. അമരത്ത് നിന്റെ നാഥൻ പിടിച്ചിട്ടുണ്ട്. അമരത്ത് നിന്റെ കർത്താവുണ്ട്. നിന്റെ മേൽ രക്തം തളിച്ചവനുണ്ട്. നിന്റെ പേർ ചൊല്ലി വിളിച്ചവനുണ്ട്. അവനായി ഈ അമരത്ത് നിൽക്കുന്നവനായി ഈ പടകം ഒരുക്കി കൊടുക്കുമോ? ഓട്ടകൾ എത്ര വെള്ളം കുത്തി അകത്ത് കയറ്റിയാലും നീ പിന്നത്തേൽ കാണും, എവിടെ പോയി ഈ വെള്ളം നിറഞ്ഞു മറിക്കാൻ വന്നതല്ലയോ? എവിടെ പോയി? ഭയപ്പെടുത്തി ആഞ്ഞടിച്ച കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കെൽപ്പുള്ളവൻ എന്റെ അകത്തുള്ളതിനാൽ, എന്റെ കർത്താവിന്റെ അകത്തുള്ളതിനാൽ. ബെറിയോന ശീമോനെ, സ്വർഗത്തിലെ പിതാവത്രേ, സ്വർഗസ്ഥനായ പിതാവത്രേ, നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല.